എല്ലാവർക്കും ക്രോസ് മീഡിയ ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം നമ്മോടൊപ്പം ഉണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മാറിയ സാഹചര്യങ്ങളും ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അതെവിടേക്കായിരിക്കും എന്നുള്ള അത്തരത്തിലുള്ള കുറച്ച് വിശകലനങ്ങൾ ഞങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അനിൽ കൊടിത്തോട്ടം പാസ്റ്റർ ക്രൈസ്തവ വിഷയങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പൊളിറ്റിക്സ്, അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പോകുന്ന ഒരാളാണ്. പാസ്റ്റർ മാറിയ ഇന്ത്യൻ സാഹചര്യത്തെ, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു രസകരമായ ഒരു പോയിന്റിൽ നിന്ന് ആരംഭിക്കാം. പരേതനായ ബിഷപ്പ് ഡോക്ടർ KP യോഹന്നാൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു രാഷ്ട്രീയ നിലപാടുണ്ടാകും. ഒരുപക്ഷെ അവർ മാത്രമാണ് പരസ്യമായിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞ പ്രസ്ഥാനം. അത് പത്തനംതിട്ട ജില്ലയിൽ ഇവിടുത്തെ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന AK ആൻ്റണിയുടെ മകനായ ശ്രീ അനിൽ ആൻ്റണിക്ക് സഭ പിന്തുണ കൊടുക്കുന്നു എന്നതായിരുന്നു. അങ്ങനെ KP യോഹന്നാൻ ബിഷപ്പിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ തീരുമാനം തെറ്റായിരുന്നു എന്ന് കാലം തെളിയിച്ചിരിക്കുക. ഞാൻ അഡ്വാൻസായിട്ടത് പറയുകയാണ്. കാരണം അനിൽ ആൻ്റണിക്ക് ഇവിടെ ഒന്നുമാകാൻ കഴിയില്ല. കേരള രാഷ്ട്രീയത്തിൽ ഒരു BJP-ക്കാരനായി നിന്നുകൊണ്ട് ഒന്നുമാകാൻ കഴിയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പ് സുരേന്ദ്രൻജി പിടിച്ച അത്രയും വോട്ടുകൾക്ക് 1 ലക്ഷം വോട്ടിൻ്റെ പിന്നിലെങ്കിലും അനിൽ ആൻ്റണി തോറ്റുപോകും. അതിൻ്റെ അത്രയും വോട്ടിനേക്കാൾ 1 ലക്ഷം വോട്ടിൻ്റെ എങ്കിലും കുറവുണ്ടാവും. അതിൻ്റെ കാരണം ക്രൈസ്തവ വോട്ടുകൾ ഈ പറയുന്ന പ്രചരണ കോലാഹലം പോലെ BJP-യിലേക്ക് കൊഴിയിട്ടില്ല എന്ന് തന്നെ ഉറപ്പാണ്. ഇപ്പോൾ 30-ാം തീയതിയാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. നമ്മുടെ മുമ്പിൽ 5-6 ദിവസം കൂടി ഇലക്ഷൻ്റെ റിസൾട്ട് വരാനുണ്ട്. പക്ഷെ ഒരു കാര്യം അഡ്വാൻസ്ഡായിട്ട് പറയാം, മതന്യൂനപക്ഷങ്ങൾ, വിശേഷിച്ച് ക്രൈസ്തവ വോട്ടുകളുടെ ഒരു പോളറൈസേഷൻ BJP-ക്ക് അനുകൂലമായി കേരളത്തിൽ സംഭവിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. ഒരു ഘട്ടത്തിൽ BJP-ക്ക് അനുകൂലമായിട്ട് ക്രൈസ്തവർ ചിന്തിക്കുന്നു എന്നൊരു പ്രചരണം കേരളത്തിൽ സജീവമായിരുന്നു. അതങ്ങനെ മാറി, ആ ട്രെൻഡ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വരാനുള്ള കാരണം എന്തായിരിക്കാം? അത് ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ സാക്ഷരതയുടെ പ്രശ്നമുണ്ട്. ഈ രാഷ്ട്രീയം ഒരിക്കലും വൈകാരികമായൊരു തലത്തിൽ കാണാൻ പാടില്ലാത്ത, അങ്ങനെയാണ് ആളുകൾ കാണുന്നത്. അതുകൊണ്ടാണ് സ്ഥിരം ഒരു പാർട്ടി ജയിക്കാത്തത്. ഞാൻ പറയുന്നത് വോട്ട് ചെയ്യുന്ന എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടെന്നാണ്. ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം വോട്ടാണ്. അല്ല പോസ്റ്റ് ഒട്ടിക്കുന്നതോ പ്രസംഗിക്കുന്നതൊന്നുമല്ല. വോട്ട് ചെയ്യുമ്പോഴാണ് അത് രാഷ്ട്രീയമാണ്. പക്ഷേ രാഷ്ട്രീയ ബോധത്തോടു കൂടി വസ്തുതകളെ കണ്ട് നമ്മൾ ഈ നിലപാട് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. അവിടെ കഴിഞ്ഞ ചില നാളുകളായി ക്രിസ്ത്യാനിറ്റിക്ക് പൊതുവെ പറ്റിയിട്ടുള്ള ഒരപജയമോ ഒരു അറിവ് കുറവോ വൈകാര്യമായി കാണാം. ഉദാഹരണം, ജിഹാദികളോടുള്ള അവരുടെ സമീപനത്തിൻ്റെ ആവേശം, അത് ആ ഊർജം മുഴുവൻ നേരെ സംഘപരിവാർ പാളയത്തിലേക്ക് കൊണ്ടെത്തിക്കണമെന്നുള്ള ഒരു അലിഖിതമായ ബോധം അവരിൽ അങ്കുരിക്കുകയും നേതൃത്വം മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതൊരു ശരിയാണ്. പക്ഷെ അത് നടന്നിട്ടില്ല എന്ന് ഈ തിരഞ്ഞെടുപ്പ് തെളിയിക്കും. അതെനിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് മുൻകൂട്ടി ഞാൻ ഇത്തരം വീഡിയോകൾ പ്രസിദ്ധം ചെയ്തിരുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ BJP-ക്ക് കേരളത്തിൽ ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം സാധ്യതയുണ്ട്? ഏതെല്ലാം മണ്ഡലങ്ങളിൽ BJP-ക്ക് ഒരു സാധ്യതയുണ്ട്? ഇതേ നമ്മുടെ മാധ്യമങ്ങളൊരു പ്രശ്നമുണ്ട്. ഈ BJP-യുടെ പ്രതിനിധികളെ എന്തിനു വിളിച്ചാണ് ഈ ചർച്ചയ്ക്ക് ഇരുത്തുന്നത്? എന്താണ് അവരുടെ റോള് കേരള രാഷ്ട്രീയത്തിൽ? ഉണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി മത്സരിക്കുന്നിടത്ത്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നിടത്ത്, ഈ രണ്ടിടത്ത് ഒഴിച്ചാൽ BJP-ക്ക് ഈ ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിക്കാൻ പോലും കേരളത്തിലെവിടെ ആയിട്ടില്ല. ഇവർക്ക് കിട്ടുന്ന 6% അല്ലെങ്കിൽ 12% ഒക്കെ വോട്ടാണ്. നില മെച്ചപ്പെടുത്തുന്ന പാർട്ടി എന്നാണ് പൊതുവെ പറയുന്നത്. അല്ലാതെ ഇവരെ കൂടെ വിളിച്ചവിടെ ഇരുത്തി ഒരു വെറുതെ അവസരം കളയുകയാണ്. ഇവർ ജയിക്കുന്നുള്ള ബെഡായി കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോയിരിക്കുകയാണ്. സമയം വെറുതെ. നില മെച്ചപ്പെടുത്തുന്നുണ്ടോ? ഇത്തരത്തിലോട്ട് നില മെച്ചപ്പെടില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ അങ്ങേയറ്റത്തെ പരിശ്രമമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അപാരമായ പരിശ്രമം. ആ പരിശ്രമത്തിൻ്റെ ഗുണഭോക്താക്കൾ UDF ആയിരുന്നു കഴിഞ്ഞ തവണ. കാരണം അപാര പരിശ്രമം. 2, ഭരണവിരുദ്ധ വികാരം. ഇത്തവണ ഭരണവിരുദ്ധ വികാരമുണ്ട്. എത്ര ഇല്ലെന്ന് പറഞ്ഞാലും കേരള സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഭരണവിരുദ്ധ വികാരമുണ്ട്. രണ്ടാമത്, അത് BJP-ക്ക് അനുകൂലമാക്കാൻ കേരളത്തിൽ ഒരു സാധ്യതയില്ലെന്ന് മാത്രമല്ല, BJP ഏതെങ്കിലും തരത്തിലെ പ്രകടനം കാഴ്ചവെക്കുന്നത് പതിവ് പോലെ തൃശ്ശൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമായിരിക്കും.
ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഉത്സാഹിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. അവരുടെ ആ വീര്യ ഉത്സാഹമൊക്കെ അവരെ കുറെ തുണയ്ക്കും. അതിനപ്പുറത്ത് ഒരു ശ്രദ്ധേയ കാൻഡിഡേറ്റായിട്ടോ ഒന്നും അവർ വന്നിട്ടില്ല, പറ്റില്ല. അപ്പോൾ ആലപ്പുഴയിലൊന്നും ത്രികോണ മത്സരമില്ല. ഇതൊക്കെ വെറുതെ പത്രക്കാരെഴുതി വിടുന്ന കുറേ വ്യാജമാണ്. അപ്പോൾ കേരളത്തിൽ ഈ രണ്ടിടത്ത് ബി ജെ പിക്ക് ജയിക്കുമെന്നല്ല, ജയിക്കാനൊരു സാധ്യതയില്ല. അത് തുറന്നു പറഞ്ഞേക്കാം. അത് പ്രവചനാതീതമാണെന്നൊന്നുമില്ല. അവിടെ പതിവ് പോലെ ഒരു സീറ്റ് UDF, ഒരു സീറ്റ് LDFനുമാണ് സാധ്യത. പക്ഷേ തുറന്നു പറഞ്ഞാൽ ശശി തരൂർ തിരുവനന്തപുരത്തും തൃശ്ശൂരിൽ സുനിൽകുമാറിനുമാണ് ഇപ്പോൾ കാണുന്ന സാധ്യത. ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ BJPയുടെ സംഘടനാപരമായിട്ടുള്ള ഒരു പരാജയം, സംഘടനാ തലത്തിൽ കേഡർ പാർട്ടി എന്ന നിലയിലുള്ള ആണെങ്കിൽ തന്നെയും, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ തന്നെയും ആ നിലയിലുള്ള പടലപ്പിണക്കങ്ങളൊക്കെ അതൊരു കാരണമായിട്ട് മാറുന്നില്ലേ? ഇനി BJPയിൽ ഇനി എന്നാ വലിയ ഐക്യത കേരളത്തിലുണ്ടായിരുന്നു. അവർക്ക് ഒരു ബാലികറ മലയാണ് കേരളം. ഇനി അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ പോലും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട ശക്തിയില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ ജാതി സമവാക്യങ്ങൾ കൃത്യം അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം കേരളമാണ്. അല്ല വടക്കേണ്ടിയൊന്നുമല്ല. ഏറ്റവും വലിയ വർഗീയവാദികളുടെ സ്ഥലം. നമുക്ക് സ്വയം ബുദ്ധിജീവികളാണ് നമ്മളെന്നൊരു ധാരണയുണ്ട് മലയാളിക്ക്. അതിൻ്റെ ഒരു വലിയ തെളിവാണ്. വേറൊരു കാര്യം പറയാം. ഇപ്പം ഈ മണൽ അത് വാരിയാൽ അപകടമാണ്, അത് പാലത്തിന് ബലക്ഷയുണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് നദി ഗതി തിരിഞ്ഞൊഴുക മണൽ കയറിയിട്ട്. ഇങ്ങനെ മണൽ വാരുമ്പോൾ പ്രകൃതിക്ക് ദോഷം വരുമെന്ന് പറഞ്ഞിട്ട് പാറ പൊട്ടിച്ച് മണലുണ്ടാക്കി വീട് പണിയുന്ന വിവരദോഷിയുള്ള സ്ഥലമാണ് കേരളം. മനസ്സിലായിക്കോണം. ഈ മണൽ വാരിയാൽ നദി ശരിയായ വഴിക്ക് ഒഴുകും, പ്രളയം ഉണ്ടാവില്ല. ഇത്രയും വലിയ ബ്ലാസ്റ്റിംഗ് നടത്തി പാറ പൊട്ടിച്ച് ഇടിച്ചു കുടിച്ച ഇതൊക്കെ വിവരദോഷമാണ്. അതിന് പിന്നിൽ മാഫിയകൾ പെരുകയാണ് എന്നതുപോലെ ഒരു മറുഭാഗമാണ് ഈ നമ്മളെന്തോ ഭയങ്കര രാഷ്ട്രീയ ബുദ്ധിമാന്മാരാണ്, ഇവിടം വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്, വടക്കേന്ത്യയിൽ നടക്കും എന്നൊക്കെ ചിന്തയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കേരളത്തിൽ ജാതിയാണ് കൃത്യം ഫലവത്താകുന്നത്. അപ്പോൾ ആ ജാതി രാഷ്ട്രീയത്തിൽ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹിന്ദുക്കളാണ്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പൊളിറ്റിക്കലി നല്ല സെൻസിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. മുസ്ലിങ്ങൾ ഓൾറെഡി അഡ്വാൻസ്ഡാണ്, ക്രൈസ്തവരത്രയല്ല. അപ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിലെ ഭൂരിപക്ഷം ഈഴവസാണ്. അവരാണ് ഈ കൂടുതൽ ജനസംഖ്യ അവർക്കാണ്. അപ്പോൾ ഈ ഈഴവ വോട്ടുകളെ, ദലിത് വോട്ടുകളെയും സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിലേ അത് വടക്കേണ്ടിലേക്ക് അവർക്ക് സാധിച്ചു, മറ്റു പിന്നോക്കരെയൊക്കെ കൂടെ നിർത്താൻ പറ്റി. പക്ഷെ ഇവിടെ അത് ആ രാഷ്ട്രീയം കേരളത്തിൽ ഫലവത്തല്ല. കേരളത്തിൽ ഈഴവ വോട്ട് ബാങ്ക് പൊതുവെ CPIഎമ്മിന് അനുകൂലമാണ്. അതെ, ദലിത് ഈഴവ വോട്ടുകൾ ഭൂരിപക്ഷം അവിടെ തിരിച്ച് കോൺഗ്രസ് വോട്ടുണ്ട്. നേതാക്കന്മാരത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം ഇവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു, അതിന് സാധ്യതയുണ്ട്. പക്ഷേ അത് ഉദാഹരണം പറഞ്ഞാൽ അവരെ ഈ അതിശക്തരായ ഈഴവ ലീഡേഴ്സ് ഉള്ളൊരു പാർട്ടിയായിരുന്നു വയലാർ രവി. അതുപോലെ തന്നെ പ്രമുഖരായ പലരും ഈ മേഖലയിലുണ്ടാകും. പക്ഷേ AK ആന്റണിക്ക് കൊടുത്ത പ്രാധാന്യം വയലാർ രവി കൊടുക്കേണ്ടിയിരുന്നു. അദ്ദേഹത്തിന് കഴിവുള്ള നിലപാടുള്ള ആളും നല്ല നേതാവ് അദ്ദേഹമാണ്, വാ തുറന്ന് സംസാരിക്കുന്ന ആൾ അദ്ദേഹമാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ തടഞ്ഞിട്ട് ആർക്കും ഒരു ഗുണമില്ലാത്ത AK ആന്റണിയെ പോലർക്ക് വന്നു. നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് വന്നാൽ ഈ ഈഴവ ദലിത് വോട്ടുകൾ ഒരു ബാങ്കായിട്ട് കൃത്യമായിട്ട് CPMന്റെ കയ്യിലിരിക്കുകയാണ്. പക്ഷെ എൻ്റെ നേതൃത്വമല്ല, നായർസിൻ്റെ കയ്യിലാണ്. അപ്പം ഈ നായർ ഈഴവ ദലിത് ഒരു കമ്മ്യൂണിറ്റി അവരുടെ കയ്യിലുണ്ട്. പിന്നെ കിട്ടുന്ന ഏറ്റവും ചെറിയ മതന്യൂനപക്ഷങ്ങളുടെ ലാഭം ഇതവരുടെ ബേസാണ്. അതിൻ്റെ മീതെ കിട്ടിയാൽ മതി. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ LDF സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് വിള്ളൽ വീഴിക്കണമെങ്കിൽ ഈ ഘടകകക്ഷി എന്നൊരു കാര്യമല്ല. ലീഗ് ഒഴിച്ചുള്ള ഘടകകക്ഷിയൊക്കെ കടലാസുലികളാണ്. അപ്പോൾ ഇവരെ കൃത്യം ജാതീയമായി ഇത്തരം ആളുകളെ പിടിക്കാനുള്ള ഒരു ടെക്നിക്ക് BJPയുടെ ഇല്ല. അതിന് BJP ഇവിടെ കൊണ്ടുവന്നൊരു ഈഴവ പ്രസിഡന്റിനെ ഇട്ടാലോ ദലിത് പ്രസിഡന്റിനെ ഇട്ടാലോ ഒന്നും അതാവില്ല. അതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ല. വടക്കേന്ത്യയിൽ കൊണ്ടിപ്പോൾ രാഷ്ട്രപതിയെ ഇങ്ങനെ ആക്കി, ആദിവാസിയെ ഇപ്പുറത്താക്കി. ഇതൊന്നും ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കിയാൽ പോലും അത് കേരളത്തിനൊക്കെ ഇതിനകത്തൊരു ഹിഡൻ അജണ്ട ഉണ്ട്. അതല്ല CPM ആയാലോ കോൺഗ്രസ് ആയാലോ ഇവിടെ പറയത്തക്ക അപകടവുമില്ല. ഇതിൽ ഏതൊരു പാർട്ടിക്കാരനായി. അപ്പോൾ അവർക്ക് പറയത്തക്ക അപകടമൊന്നും ഒരു മലയാളി നേരിടുന്നില്ല, പറയത്തക്ക അപകടം നേരിടുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാലും അതിൽ അപകടം ഇല്ലെന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിൽ വേറൊരു അപകടം, കോൺഗ്രസും ഇടതുപക്ഷവും ഭരിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ഇടതുപക്ഷ ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഒരു മുസ്ലിം പ്രീണനം
രണ്ടുപേരും മത്സരിച്ച് നടത്തുന്നു എന്നുള്ളൊരു അപകടം അത് തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഒരു ക്രൈസ്തവ ചായ്വ് BJPക്ക് പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കിയത്. ഇടക്കാലത്തുണ്ടായ മണിപ്പൂരും മറ്റു സ്ഥലങ്ങളിലുണ്ടായ പീഡനമായിരിക്കത്തില്ലേ കുറച്ചുകൂടി BJPക്ക് എതിരായിട്ട് ചിന്തിക്കാൻ ഒരു അത് നമ്മളെപ്പോലുള്ള ആളുകളുടെ പ്രചരണം BJPക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മണിപ്പൂരിൽ അങ്ങനെ ഒരു പീഡനം നടന്നില്ല എന്ന് വിചാരിക്കുക, നമുക്ക് വലിയ വാഗ്ദാനങ്ങൾ അവർ തന്നു വിചാരിക്കുക, എന്നാലും ഞാൻ ഒരിക്കലും സംഘപരിവാർ പക്ഷത്തിന് വോട്ട് ചെയ്യില്ല. പരമാവധി അതിന് വിരുദ്ധമായ നിലപാട് എടുക്കും. കാരണം സംഘപരിവാറിന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിനി എന്തെല്ലാം സഹായം അവർ തന്നാലും, ഇപ്പോൾ LPG ഫ്രീ തന്നെന്ന് വിചാരിക്കുക, ക്രൈസ്തവർക്ക് എല്ലാ തരത്തിലെ ആനുകൂല്യങ്ങൾ വാരിക്കോരി തന്നിരിക്കുക, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സുവിശേഷ പ്രചരണത്തിന് വേണ്ട സ്വാതന്ത്ര്യം തന്നു വിചാരിക്കുക, എങ്കിലും സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ചെയ്താലും അവരുടെ അജണ്ട എന്താണെന്ന് കൃത്യ അജണ്ട എടുത്ത് പെരുമാറാൻ അവർക്കൊരു അവസരം ഊഴം കാത്തിരിക്കാറ്. പക്ഷെ ആ മോഹങ്ങളൊക്കെ ഏതാണ്ട് അപ്രസക്തമായിട്ടുണ്ടെന്നത് വേറെ സത്യം. നമ്മൾ കേരളം വിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുമ്പോൾ BJPയുടെ ആ പഴയ സ്വാധീനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പഴയ സ്വാധീനം ഈവൻ UPയിൽ പോലും നമ്മളിപ്പോൾ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ സാറ് വിലയിരുത്തിയിട്ടുണ്ടോ? അത് അത്ര കണ്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇന്ത്യ കണ്ട ചില രാഷ്ട്രീയ സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിലുള്ള ഒരു ദേശീയവാദി പ്രസ്ഥാനം രൂപപ്പെടുന്നു. ദേശീയവാദം നോർമലായ നിലയിൽ അവരാണ് ഉപയോഗിച്ചത്. അപകടമില്ലാത്തൊരു ദേശീയത അവരാണ് കൊണ്ടുവരുന്നത്. കോൺഗ്രസ്സിലെ തന്നെ കുറെ ദേശീയ തീവ്രവാദികളിൽ നിന്നാണ് BJPയുടെ വരവ്. ഈ ബാലഗംഗാധര തിലകനൊക്കെയുള്ള ആ ഒരു അവരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് പിൽക്കാലഘട്ടത്തിൽ ഒരു ജനതാ രാഷ്ട്രീയമായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട്. കോൺഗ്രസ് വിരുദ്ധമായി സോഷ്യലിസ്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അത് തത്വത്തിൽ ചെന്നതിൻ്റെ ഗുണഭോക്താക്കളായി മാറി ഇന്നത്തെ പഴയ ജനസംഘമായ BJPയാണ്. അപ്പോൾ BJPയുടെ രൂപവൽക്കരണം പല ഘട്ടങ്ങളിലൂടെയാണെങ്കിലും ഈ രാഷ്ട്രീയ ഫോർമേഷൻ്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നത് RSS ആണ്. അപ്പോൾ RSS കൃത്യമായിട്ട് ഈ പാർട്ടിയിൽ കൃത്യം തയ്യാറാക്കി ഇന്ന് കാണുന്ന BJPയിലേക്ക് പോകാൻ വേണ്ട വഴിമരുന്നിട്ട് കൊടുത്തു. അപ്പോൾ രണ്ട് രാഷ്ട്രീയ കക്ഷികൾ അങ്ങനായിരുന്നു. ഒന്ന്, ദേശീയവാദം മുമ്പോട്ട് വെച്ച കോൺഗ്രസ്, അതിതീവ്രവാദം മുമ്പോട്ട് വെച്ച BJP. ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ജനതാദൾ പോലെയുള്ള റാം മനോഹർ ലോഹിയുടെ ഒക്കെ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഒക്കെ വന്നത് തത്വത്തിൽ ഇങ്ങോട്ടാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചോളം കാര്യമായ റോളില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകളാണ്. പിന്നെ വന്നത് മണ്ഡൽ രാഷ്ട്രീയമാണ്. 90കളിലെ ഈ പാസ്വാനും അതുപോലെ തന്നെ യാദവ സമൂഹമൊക്കെ ഉൾക്കൊള്ളുന്ന OBCയുടെ മണ്ഡൽ രാഷ്ട്രീയമാണ്. 90 മുതൽ അത് സ്വന്തം ഒരു തുരുത്തുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. ബീഹാറിലും ഈ പറയുന്ന ഉത്തർപ്രദേശിലൊക്കെ ഒരു തുരുത്ത്. പിന്നെ വന്ന് മായാവതിയുടെ ബഹുജൻ രാഷ്ട്രീയം, മായാവതിയുടെ ദളിത് രാഷ്ട്രീയം തുടങ്ങി അവർ ബഹുജൻ എന്നൊരു ആശയത്തിലേക്ക് വന്നു. അപ്പോൾ ഈ രാഷ്ട്രീയം എല്ലാം വന്നിട്ട് കിതച്ച് നിൽക്കുന്ന ഒരു സ്ഥിതി വന്നു. കാരണം ഇവർക്ക് പ്രാദേശികമായ ഒരു കൂട്ടായ്മയ്ക്ക് അപ്പുറത്തേക്ക് ഇന്ത്യ മുഴുവൻ എത്തിക്കത്തക്ക വിധം ജാതിയാണ് അടിസ്ഥാനം. ഉദാഹരണം, ഇപ്പം യാദവരുടെ ഒരു പാർട്ടി വന്നു, ഞാനെന്തിനതിനെ പിന്തുണയ്ക്കണം? അതിനെ മറികടന്ന ഒറ്റ പാർട്ടി കേരളത്തിലെ മുസ്ലിം ലീഗാണ്. കാരണം വേറൊരു സ്ഥലത്ത് യാദവരുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തന്നെ അതിൽ വോട്ട് ചെയ്യണമെങ്കിൽ പാടാണ്. പക്ഷെ മുസ്ലിം ലീഗുകാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഏണി വെച്ചിട്ട് അവൻ നായരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് നായരും പോയി ഏണിക്ക് കുത്തി. തേങ്ങാപ്പൂളും പച്ചക്കൊടിക്കകത്ത് തേങ്ങാപ്പൂൾ ചിഹ്നം വെച്ച്, തേങ്ങാപ്പൂളാണെന്ന് തോന്നുന്നല്ലേ, ഈ ചിഹ്നം വെച്ചിട്ട് അതിന് വോട്ട് ചെയ്യേണ്ട ഗതികേടുണ്ടായതുകൊണ്ടാണ് അവർക്കതിനെ മറികടക്കാൻ പറ്റി. അത് CPM-ഉം കോൺഗ്രസും ഒരുപോലെ നമ്മളോട് ഇത് ചതിവാണ്. ഈ ഏണി വെച്ച് നമ്മളെ അതിൽ കയറ്റി ഇവരെ മതേതരന്മാരായിട്ട് അംഗീകരിച്ചിട്ട് മദനിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കുന്ന പാർട്ടിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ദിവാസൻ ചൂണ്ടിക്കാണിച്ച പോലെ വളരെ പ്രസക്തമായൊരു കാര്യം തന്നെ. പേരുകൊണ്ടും അവരുടെ പേരുകൊണ്ടും നയങ്ങൾ കൊണ്ടും ഒട്ടും മതേതരത്വമല്ലെന്ന് ഒരു മതേതരത്വം അതിലില്ല. അത് മതം തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. അതല്ലേ ഷാജി പറയുന്നില്ലേ, മതമാണ് 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 പ്രശ്നം. ഇതാണ് അദ്ദേഹം പറയുന്നത്. അതിലെ പ്രമുഖ നേതാവാണെന്ന് പറയണം. അതെ, ഷാജി. അതെ. പിന്നെ മുസ്ലിം ലീഗ് നിലനിൽക്കേണ്ടത് വേറൊരു തരത്തിൽ ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊരു നമ്മുടെ ഡോക്ടർ KP ഓരാനൊക്കെ പറഞ്ഞാലേ ഈ ക്രിസ്തീയ സ്ഥാപനമെല്ലാം നിലനിൽക്കാൻ വേണ്ടി കുപ്പായ ഇടണമെന്ന് പറഞ്ഞ പോലെയാണ്. അങ്ങനെ ഭരണഘടനയിലുണ്ടെന്നാണ്. ഇന്നുവരെ അതാരും കണ്ടിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന അങ്ങനെ എഴുതി വെച്ചായിട്ട് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ലീഗ് ഇങ്ങനെ ഉണ്ടായില്ലേ മുസ്ലിങ്ങളെല്ലാം കൂടെ തീവ്രവാദത്തിലേക്ക് പോകും. അതൊരു തെറ്റാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നല്ല മനുഷ്യരാണ്. അവർക്ക് ആ തീവ്രവാദം ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ ഇത് വന്നൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ മുജാഹിദുകളുടെ ഒരു 3 തരം പിരിവുകളുണ്ട്. ഇവർ രംഗത്തെത്തിയവരാണ് കേരളം കൂടുതൽ
മുസ്ലിങ്ങൾക്കിടയിൽ, അല്ലാതെ SDP അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കക്ഷികൾ, ഈവൻ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ തീവ്രതയോടെ മുസ്ലിം വർഗീയവാദം ഇവിടെ കത്തിച്ചു വിട്ടത് ഈ മുജാഹിദുകളാണ്. മുജാഹിദുകളുടെ ആ നയങ്ങളാണ് കേരളത്തെ ഇന്നുള്ള നിലയിലേക്ക് എത്തിച്ചത്. സത്യത്തിൽ അവിടെയാണ് സംഭവം കിടക്കുന്നത്. അപ്പോൾ സുന്നികളൊക്കെ ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചു വന്നവരും ഇതര മതസ്ഥരെ ബഹുമാനിച്ചവരും സ്നേഹിച്ചവരും ഒക്കെയാണ്. ആ കാഴ്ചപ്പാട് മാറ്റി ഈ മുസ്ലിം മതമൗലികവാദം കൊണ്ടുവരുന്നത് ഇവരിലൂടെയാണ്. അപ്പോൾ അത് മദിനിയൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. ഇനിവേ പക്ഷെങ്കിൽ ഇപ്പം ലീഗ് ഇല്ലാതെ വരുന്നു എന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ ദോഷവും, ലീഗ് ഇല്ലാതെ എത്രയോ സ്ഥലങ്ങളുണ്ട്. അതായത് ലീഗ് പൊട്ടിപ്പോയല്ല പാകിസ്ഥാൻ വന്നപ്പോഴേക്ക്. പിന്നെ അതിൻ്റെ അവശേഷിച്ചൊരു തുണ്ടാ കേരളത്തിൽ, മലബാറിൽ മാത്രമേ സാധനം പിന്നെ ഉണ്ടായുള്ളൂ. എന്ത് പറ്റി? മുസ്ലിങ്ങൾക്ക് കൊണ്ട് ലീഗ് ഉള്ളത് കൊണ്ട് മുസ്ലിങ്ങളിലെ കുറെ സമ്പന്നരാകുക ചെയ്തത്. ബാക്കി മുസ്ലിമിൻ്റെ ഇന്ത്യയിലെ മുഴുവൻ അവസ്ഥ എന്താ? അതിദയനീയമായ സാമ്പത്തിക പരാധീനതയിലൂടെ കടന്നു പോകുന്നു. പാവം മനുഷ്യരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വീണ്ടും വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കർഷക പ്രക്ഷോഭങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരുപാട് നടന്നു. അത് അത്തരം പ്രക്ഷോഭങ്ങൾ ഗവൺമെൻറ്റിനെതിരായിട്ട്, ഇപ്പോൾ UP-യിലെ ആയിക്കോട്ടെ, പഞ്ചാബിലെ ഹരിയാനയിലൊക്കെ ആളുകളെ മോഡി ഗവൺമെൻറ്റിനെതിരായിട്ട് കൂടുതൽ ഉണ്ടാകത്തില്ലേ? ആ നിലയിലൊരു സ്വാധീനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ UP-യിലെ ഒരു രാഷ്ട്രീയം ഇതൊക്കെ പറയുമ്പോഴും ജാതി അടിസ്ഥാനത്തിൽ തന്നെ കൂടുതൽ വരുന്നത്. അത് ഈ കാര്യം കുറെ കൂടെ കേരളത്തിലാണ് മാറ്റം ഉണ്ടായത്. കാരണം നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മനുഷ്യൻ പ്രതിഷേധം രേഖപ്പെടുത്തും. അവിടെ കൃത്യം ഇവരെ വിഭജിച്ചിടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം SP കോൺഗ്രസ് സഖ്യം എന്ന് പറയാം. SP കോൺഗ്രസ് സഖ്യം ഒരു സഖ്യമല്ല സത്യത്തിൽ. കാരണം SP-ക്കാണ് അവിടെ വോട്ടുള്ളത്. പിന്നുള്ളത് BSPS എന്തോളം അവർക്ക് അവരുടെ വോട്ടുണ്ട്. ഈ വോട്ട് ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഇത് കോൺഗ്രസിനും മതേതര വോട്ടുകൾ ഭിന്നിക്കും. BSPക്ക് കുറച്ചുകൂടി ഒരു ക്ഷയം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ. BSP ഏതാണ്ട് അവിടെ ക്ഷയിച്ചു. അപ്പം ഈ ക്ഷയം എങ്കിലും അവർ വോട്ട് പിടിച്ച് മാറ്റുമ്പോൾ ഇത് കുറെ കൂടി അപ്പുറത്ത് BJP സ്ട്രോങ് ആണ്. ഈ പറയത്തക്ക ക്ഷീണം UP-യിൽ സംഭവിക്കില്ല. എന്നാൽ ഓൾ ഇന്ത്യ ബേസിൽ BJPക്ക് ക്ഷീണമാണ്. കാരണം സൗത്ത് ഇന്ത്യയിൽ അവർക്കൊരു പ്രതീക്ഷയും വേണ്ട. അവരുടെ കയ്യിലിരുന്ന കർണാടക പോയിരിക്കുന്നു. പിന്നെ അവർ പ്രതീക്ഷ വെക്കുന്ന സ്ഥലങ്ങളൊന്നും. അപ്പോൾ ഇവർ 5 സീറ്റ് കേരളത്തിൽ കൂട്ടി എന്ന് പറയുമ്പോൾ ആ വിവരം ആലോചിച്ച് നോക്കി, ഇവരുടെ രാഷ്ട്രീയ ചിന്തകന്മാരുടെ ആ ബോധം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇത് പറയുമ്പോഴും ഇവർക്ക് തീരെ താഴോട്ട് BJP പോകാനുള്ളൊരു കാരണവും നിലവിലില്ല. 400 സീറ്റ് വരെയാണ് പറയുന്നത്. ഈ 400 സീറ്റ് പിടിക്കില്ല. ഒരു കാരണവശാലും അത്തരം മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് പോവില്ല. ഒരു തുല്യാതുല്യം ബലമോ വേണ്ടി വന്നാൽ ഇന്ത്യ മുന്നണിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാധ്യത ഉണ്ടെന്ന് കൂടി വിലയിരുത്തണം. അങ്ങനെ വിലയിരുത്താം. പക്ഷേ ഇതുപോലൊരു വലിയ തിരിച്ചടി BJPക്ക് എന്തോ ഒരു തിരിച്ചടി വരത്തക്ക വിധം ഉള്ള വലിയ സംവിധാനം ഇല്ല. നോർത്ത് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി കുറെ കൂടി വോട്ട് പിടിക്കുമോ, സീറ്റ് പിടിക്കുമോ? പ്രത്യേകിച്ച് കോൺഗ്രസ്. നോർത്ത് ഇന്ത്യയിലല്ല ഇന്ത്യ മുന്നണിക്ക് സാധ്യത, സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. സൗത്ത് ഇന്ത്യ കൂടാതെ പിന്നെ ഡൽഹി പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കേജ്രിവാളിന്റെ അറസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ BJP തീർത്തും അപ്രസക്തമാകും. അവർക്ക് രണ്ടക്കം തയ്ക്കാൻ പാടുപെടും. കേജ്രിവാളിന്റെ അറസ്റ്റ് ഏത് നിലയിൽ ബാധിച്ചിട്ടുണ്ടോ? കേജ്രിവാളിന്റെ അറസ്റ്റൊക്കെ വളരെ അനുചിതമായ തീരുമാനമാണ്. കാരണം അദ്ദേഹത്തെ ഈ സമയത്ത് ED ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തെ കൊണ്ട് ജാമ്യമില്ലാ ജയിലിലടയ്ക്കുക, അതൊക്കെ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു, ഇനി ഡൽഹിയിൽ ഒരു പക്ഷെങ്കിൽ ഡൽഹിയിലെ ജനത ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് മൊത്തം ലോക മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടുത്ത തെറ്റായ ഒരു സന്ദേശമാണ്. ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങളും എല്ലാം ഹനിച്ചുകൊണ്ട് ജയിലിലിടുക. പിന്നത്തെ ഒരു കാര്യം, ഈ ജയിലിലിട്ട് ഇതേ വിധത്തിലാക്കണമെങ്കിൽ, ഒരാളെ പ്രതിയാക്കി തീർക്കണമെങ്കിൽ ED-യോ CBI-യോ പോലീസോ അല്ല തീരുമാനിക്കുന്നത്. കോടതി വിധി പറയുന്ന ഒരാൾ നിരപരാധിയാണ്, ജാമ്യം അയാളുടെ അവകാശമാണ്. ഈ കേജ്രിവാൾ ഇന്ത്യ വിട്ടൊന്നും പോകാൻ പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പിടിച്ച് അവിടെ കൊണ്ട് അങ്ങനെ ഇട്ട് ആ വിധത്തിലൊക്കെ ടോർച്ചർ ചെയ്യുന്നത് കഷ്ടമായിപ്പോയി. അത് BJPക്ക് തിരിച്ചടി ഉണ്ടാക്കും. പ്രതിപക്ഷത്തെ അതുപോലെ മാധ്യമ പ്രവർത്തനത്തെയൊക്കെ BJP വളരെ കർശനമായിട്ട് ഇല്ലാതാക്കാനും നിശബ്ദമാക്കാനൊക്കെ ശ്രമിക്കുന്നത് ഒരു അളവിൽ ബാധിക്കത്തില്ലേ? വാസ്തവത്തിലെ BJP ഈ മാധ്യമ പ്രവർത്തകരെ പീഡിപ്പിച്ചല്ല ഒപ്പം നിർത്തിയത്, ചേർത്ത് നിർത്തിക്കൊണ്ട് പീഡിപ്പിച്ചാണ്. വേണ്ട പരിഗണന എല്ലാം കൊടുത്ത് അവർക്ക് എന്തു വേണം അതറിഞ്ഞ് അവരെ ഹൈജാക്ക് ചെയ്യുന്നു. ഈ മാപ്രകൾ അവരെ വിളിക്കുന്നതിലൊരു തെറ്റില്ല. ആ ചുരുക്കെടുത്ത് വളരെ മോശമായൊരു മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഈ നടക്കുന്നത്. അങ്ങേറ്റ ഹീനമായും ഒരു BJPക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മാധ്യമങ്ങളാണ് ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ശാപം, ഇന്ത്യയുടെ ശാപം അത് തന്നെയാണ്. ഇപ്പോഴത്തെ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ അല്പം മാറി ചിന്തിച്ചിട്ടുണ്ടെന്നൊരു മാധ്യമങ്ങൾ മാറി ചിന്തിക്കാൻ കാരണം സോഷ്യൽ മീഡിയ. അത് എല്ലായ്പ്പോഴും പറയും, ചില മാറ്റങ്ങൾ സമൂഹത്തിൽ കാണുമ്പം പോലീസിന് ഇന്നോലെ മാറ്റം വന്നു, അപ്പുറത്ത് വന്നു, ഇതെല്ലാം കാരണം മാധ്യമങ്ങളോ സർക്കാരോ അല്ല, സോഷ്യൽ മീഡിയ. അതുവഴി പൗരൻ അവൻ്റെ അവകാശങ്ങളെ പറ്റി ബോധവാനാകുന്നു, കൃത്യ ഇടപെടൽ നടത്തുന്നു. ആ ഇടപെടലിൽ ഉണ്ടാകുന്ന ലജ്ജ നിമിത്തം
അത് എക്സ്പോസ് ചെയ്യപ്പെടുന്ന നിമിത്തം സമൂഹത്തിൽ അതിൽ ഇടപെടാതിരിക്കാൻ പറ്റാതിരുന്നു, പോലീസിന് ഇടപെടാതിരിക്കാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെയാണ് ഇപ്പൊ ട്രെൻഡ് ഒന്ന് മാറിയപ്പോൾ ഇപ്പൊ പപ്പു എന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് തിരുത്തേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. രാഹുൽ ഗാന്ധിയെ ഞാൻ കേട്ടെടുത്തോളം അനിൽ കൊടുത്തോട്ട് സാർ എന്നോട് വ്യക്തിപരമായിട്ടും അല്ലാതെയും രാഹുൽ ഗാന്ധി ഒരുപാട് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങ് തന്നെ അടുത്ത കാലത്ത് പറഞ്ഞു രാഹുൽ ഗാന്ധി ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, മാറി ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറെ കൂടി രാഹുൽ മുന്നോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതെങ്ങനെയാ കാണുന്നത് ആ മാറ്റം? രാജീവ് ഗാന്ധി ഈ അധികാരത്തിൽ വരുമ്പോൾ ഒത്തിരി കഴിവില്ലാത്ത ഒരാളാണ്. കഴിവ് മീൻസ് പരിചയക്കുറവ്. പക്ഷെ അന്ന് കരുണാകരനെ പോലെ ശക്തനായ കുറേ ആളുകൾ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാനുണ്ടാകും. ഇതെല്ലാം ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ ഗാന്ധി കുടുംബത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ്, ഞാൻ ഡൽഹിയിൽ പോയപ്പോൾ അവരുടെ വീട് സന്ദർശിച്ചു. എനിക്കുള്ള മതിപ്പ് വർദ്ധിക്കുകയും ചെയ്തു. അത്ര വലിയൊരു വീടൊന്നുമല്ല, എന്നാൽ ജന്മനാ ധനാഢ്യരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിശോക്തി എത്രയുണ്ടെന്ന് അറിയില്ല. നെഹ്റുവിൻ്റെ സ്ഥലത്ത് 28 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതാണ്. അത്രയും വലിയ ഭൂസ്വത്തിൻ്റെ ഉടമ. തമാശയാണെങ്കിലും അത് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ വിലക്ക് തരുന്നതെന്ന് ചോദിച്ചു എന്നാണ്. ഇംഗ്ലണ്ടിലൊക്കെ പോയി ഏറ്റവും ആഡംബരത്തോടെ ജീവിച്ചൊരു മനുഷ്യൻ, എല്ലാത്തിലും ഒരു വലിയ സ്കോളർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്കോളർ, വലിയ സ്കോളേഴ്സിൽ ഒരാൾ, പ്രതിഭാധനനായ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിര അവിടുന്ന് രാജീവ് ഗാന്ധിയിലേക്ക് എത്തിയ കാലം. അപ്പോൾ ഈ രാജീവ് ഗാന്ധി ഒരു നിഷ്കളങ്കരായ മനുഷ്യനാണ്. പൊതുവെ ഇവർ ഇന്ദിരയെ മാറ്റി വെച്ചാൽ ബാക്കി ആ കുടുംബമെല്ലാം നിഷ്കളങ്കരായി. ഇന്ദിര വളരെ ഷ്രൂഡാണ്, ഇന്റലിജൻ്റാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് മതിപ്പ് തോന്നിയെന്ന് പറയാൻ കാരണം അവർ ധരിച്ച വസ്ത്രങ്ങളും അവർ കൈകാര്യം ചെയ്ത പേനയും അവരുടെ ആ എഴുത്തുമുറിയും അവരുടെ തീന്മേശയും ഒക്കെ ലാളിത്യത്തിൻ്റെ പര്യായങ്ങളാണ്. AK ആന്റണിയുമുള്ള അഭിനയമല്ല. ഞാൻ കഞ്ഞി കുടിക്കാൻ പോകുന്നു, ഇങ്ങനെ ഇത് സോഫ ഇട്ടത് പുള്ളി സ്റ്റേജിൽ നിന്ന് എടുത്ത് കളഞ്ഞ് ചെയർ ഇട്ടിരുന്ന അല്പനാണ് AK ആന്റണി. പക്ഷെ ഇവരങ്ങനല്ല, ഇവരുടെ സ്വതസിദ്ധ രീതി ചെയ്തു. അടുത്തത് അദ്ദേഹം ശ്രീപെരുമ്പുതൂരിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ധരിക്കാൻ വെച്ചിരുന്ന വസ്ത്രങ്ങളുണ്ട്. അതിലെത്രയോ നല്ല വസ്ത്രം നമ്മൾ ധരിക്കുന്നത്. അത്ര സിമ്പിളാണ് രാജീവ് ഗാന്ധി. അപ്പോൾ ബൊഹോഴ്സൊക്കെ പറയുന്നൊരു കാലമുണ്ട്. ഇദ്ദേഹത്തിന് മോഷ്ടിക്കേണ്ട കാര്യമില്ല, ഒരു ജന്മനാ സമ്പന്നരാണ്. ഇനി രാഹുൽ ഗാന്ധിയിലേക്ക് വന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ രാജീവ് ഗാന്ധി കുറേ ഘട്ടം കഴിഞ്ഞ് അദ്ദേഹം ശരിക്കും രാഷ്ട്രീയം പഠിച്ചു, പുരോഗമനപരമായ ചില ചിന്തകൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇനി അടുത്തത് രാഹുൽ ഗാന്ധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു പാളിച്ച, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാമോ എന്നൊരു സംശയമുണ്ടായി ജനങ്ങൾക്ക്. ഒന്നുകിൽ ഇദ്ദേഹം പ്രസിഡന്റ് ആകണം കോൺഗ്രസിൻ്റെ, ഇല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് അധികാരം കൊടുത്തിട്ട് പിന്നിൽ നിൽക്കണം. ഇത് രണ്ടുമല്ലാത്തൊരു വഴിവെടിപ്പിൽ കോൺഗ്രസ് പാർട്ടിയെ 10 കൊല്ലം കൊണ്ടുനടന്നു. ഇതൊരു പാതകമാണ്. സംഘടനാപരമായി ക്ഷയിപ്പിച്ചു. രണ്ട്, ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്ന് പോലും അനുഭവ സമ്പത്തില്ല. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിയാകേണ്ടിയിരുന്നു. ഇത് പഠിക്കണം. അടുത്തത് ഈ മൻമോഹൻ സിംഗ് ഒരു ബില്ല് പാസ്സാക്കിയത് പരസ്യമായിട്ട് കീറിയാണ് രാഹുൽ ഗാന്ധി. ആ മനുഷ്യൻ ഒരു പ്രധാനമന്ത്രിയാണ്. ഇനി മുമ്പ് പറഞ്ഞാൽ ഇത്രയും ബ്രില്യൻ്റായ ഒരു മനുഷ്യൻ, ഇത്രയും വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ചർച്ച ചെയ്ത് മിനിസ്ട്രിയിൽ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി അംഗീകരിച്ച ഒരു ബില്ല് ഈ മനുഷ്യൻ കീറുക അപക്വമായ നടപടിയായിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചുവട്ടടിയിലെ മണ്ണ് പോകുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റി. ഇപ്പോൾ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തെ ആളുകൾ വിമർശിക്കുമ്പോൾ ഈ KC വേണുഗോപാലിനിപ്പോൾ ആളുകളുടെ പങ്ക് വളരെ ഗുണപരമായിട്ടുണ്ട്. ഈ തീരെ താത്ത് കെട്ടേണ്ട ഒരു നേതാവല്ല KC വേണുഗോപാൽ. അദ്ദേഹം കാര്യപരമുള്ള ആളാണ്. അദ്ദേഹം ശരിക്കും രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളെ ഗൈഡ് ചെയ്തതിൽ കുറേ ഗുണങ്ങളുണ്ട്. പിന്നെ സ്വാർത്ഥത രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും കാണും. അത് ഈ KC വേണുഗോപാലിന് മാത്രമല്ല. അപ്പോൾ ഏറെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനെ പുനർനിർമ്മിച്ചെടുക്കുന്നതിൽ ഗുണം വന്നിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ വേണ്ട കപ്പാസിറ്റി, മോഡി ഇരുന്നൊരു സ്ഥലത്ത് അത്രയൊരു അധികായം, നമ്മൾ എന്ത് പറഞ്ഞാലും മോഡി ഒരു അധികായനാണ്, അത് ആ സീറ്റിൽ പോയി ഇരിക്കത്തക്ക വിധത്തിലെ രാഷ്ട്രീയ ആർജവം രാഹുലിന് ഇപ്പോഴും ആയിട്ടില്ലെന്ന് തന്നെയാണ് കരുതുന്നത്. എന്നാൽ മുമ്പ് കണ്ട ആ പപ്പു പ്രതിച്ഛായ അദ്ദേഹം അനായാസനം മറികടന്നിട്ടുണ്ട്. മോഡിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു പേടി മോഡിയിലും അമിത്ഷായിലൊക്കെ കാണുന്നു. അത്തരത്തിലുള്ള പരാമർശങ്ങൾ കുറെ കൂടി കോൺഫിഡൻസ് ഇല്ലായ്മ പരാമർശങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് സീറ്റ് ഗണ്യമായി കുറയ്ക്കുമെന്നുള്ളൊരു ചിന്ത ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും അത് അവരുടെ ശരീരഭാഷയിൽ വ്യക്തമാണ്. അതായത് ഈ മോഡി ഈ അമിത്ഷാ കൂട്ടുകെട്ടുകൾ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് പോകാത്ത തരം ബന്ധങ്ങളുണ്ട്. അവർ ഗ്രൂപ്പ് കളിക്കേണ്ട കാര്യമില്ല. കാരണം
അമിത്ഷാ കുറെ കൂടെ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. മോഡിക്ക് വേണ്ടതെന്തോ അത് അമിത്ഷായ്ക്ക് കൊടുക്കാൻ അറിയാം, അമിത്ഷാ ആഗ്രഹിക്കുന്നതെന്തോ അത് മോഡിക്കും അറിയാം. അങ്ങനെ ഒരു പരസ്പര ധാരണയാണ് പറയുന്നത്. ഇവർക്കിടയിൽ പുതുതായിട്ടൊരു യോഗി ഉദയം ചെയ്യുന്നു അപ്പുറത്ത് യു.പിയിൽ. യോഗിക്കൊരു ഇമേജ് ഉണ്ടാകും. ഇവിടെ യു.പിയിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലല്ല, സവർണ ഹിന്ദുക്കൾക്കിടയിൽ അവർ കാണുന്ന ഒരു ഐക്കൺ ഇപ്പൊ യോഗിയായിട്ട് വരുന്നു. അപ്പൊ നാളുകളിൽ ഈ പ്രധാനമന്ത്രി ആയിട്ടുള്ള മോഡിയുടെ ശേഷം അവിടേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ശരിക്കും യോഗി ആദിത്യനാഥ്. ഇത് തൻ്റെ അവസരം കളയുന്നു എന്നുള്ളൊരു ആശങ്ക ഇദ്ദേഹത്തിനുണ്ടാകും. ഈ ആഭ്യന്തര രാഷ്ട്രീയം ഒരു ഗ്രൂപ്പിൻ്റെ ഇതിലേക്ക് പോവാണ്. ഇതൊക്കെ കുറേ ചരിത്രത്തിൻ്റെ കാവ്യനീതികളാണ്. എങ്ങനെയാണാവോ ഇവർ LK അദ്വാനി ഒതുക്കിയത് അതിൻ്റെ ഒരു സെയിം നിലയിലേക്ക് ഈ പോക്കിൽ ഏതെങ്കിലും തരത്തിൽ ഭരണം നഷ്ടപ്പെടുകയോ സീറ്റെണ്ണം കുറയുകയോ ചെയ്താൽ, ഗൗരവതരമായ സീറ്റെണ്ണം കുറയുകയോ ചെയ്താൽ മോഡിയുടെ കാര്യം വലിയ പരാജയമാണ്. അദ്ദേഹം മറ്റൊരു അദ്വാനിയായിട്ട് പോകും. ഇത് വളരെ കൃത്യമാണ്, നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിസം ബാധിക്കും. ഇനി RSSന്റെ BJPയുടെ മീതെയുള്ള പിടി അല്പം അയഞ്ഞിരിക്കുന്നു. അതൊരു പരിധി വരെ ഈ പഴയ ക്ഷേത്രവളപ്പിലെ കലാപരിപാടികൾ മാത്രം പോരാ, ഇന്ത്യൻ രാഷ്ട്രീയം മാനേജ് ചെയ്യാനെന്ന് മനസ്സിലാകുന്നു. തന്നെയല്ല, ഇനി അതിലെല്ലാം ഒരു കാര്യമുണ്ട്, കോർപ്പറേറ്റുകളുടെ വലിയ പിടി. അപ്പോൾ കോർപ്പറേറ്റുകൾ സത്യത്തിൽ ഈ കാണുന്ന എല്ലാം കോമഡിയന്മാരായിട്ട് ഇവരെ കണ്ടേക്കും. ഈ രസകരമായ ഒരു കമന്റ് മോഡി ഇടയ്ക്ക് പറഞ്ഞു, രാഹുൽ ഗാന്ധിയായിട്ട് ഇവർക്ക് കണക്ഷൻ എന്ന നിലയിൽ. അത് കോർപ്പറേറ്റുകൾ ആയിട്ട് രാഷ്ട്രീയക്കാർക്ക് കണക്ഷൻ വരാം. അത് നമ്മൾ ഈ കോർപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ കൊള്ളാമെങ്കിൽ ഈ കോർപ്പറേറ്റിലെ ഇന്ത്യ തീർന്നു പോകും. അതെ. അപ്പോൾ അദാനി അംബാനി ഒന്നും ഇല്ലെങ്കിൽ ഇന്ത്യ ഈ പറഞ്ഞ വിധത്തിൽ പോവില്ല. ഈ കോർപ്പറേറ്റുകൾ എന്തോ പാവം ചെയ്യുന്നു, ഇവരെന്തോ കൊള്ളരുതാത്ത മനുഷ്യരാണെന്നുള്ള നിലയിൽ നരേഷൻ കൊണ്ട് ഗുണം ഉണ്ടാവില്ല. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളാണ് ഇവർ. ഈ അദാനി അംബാനിയും കളിയാക്കുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഗവൺമെന്റിനേക്കാൾ വലിയ തൊഴിൽദാതാക്കളാണ്. നിലവിൽ BJPയുടെ ഒപ്പമാണ് ഈ നമ്മൾ കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്ന അദാനി അംബാനിയൊക്കെ. അതെ. മോദി അത്തരത്തിൽ പ്രസ്താവന നടത്തിയതെന്നുകൊണ്ടായിരിക്കാം ഈ കോർപ്പറേറ്റുകൾക്ക് നമ്മളെക്കാൾ പെട്ടെന്ന് ഈ ട്രെൻഡ് അറിയാം. ഈ ആരാണ് അടുത്ത് വരാൻ പോകുന്നത് നമ്മളെക്കാൾ ട്രെൻഡ് അറിയാം. ഇവർ സ്വാഭാവികമായിട്ട് രാഹുൽ ഗാന്ധിയായിട്ട് ഒരു കണക്ഷൻ വന്നിട്ടുണ്ടാകും. ഈ കൂറ് കുറയുന്നു എന്നുള്ളത് അപ്പുറത്ത് മനസ്സിലാകും. അവർക്ക് മോഡിയുള്ള സ്നേഹം കൊണ്ടല്ല അദാനി പിന്തുണയ്ക്കുന്നത്. ഇത് ദിവസക്കൂലിക്കുള്ള സപ്പോർട്ടാണ്. എനിക്കെന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ സഹായിക്കാം, ഇതാണ്. അത് തിരിച്ച് രാഹുൽ ഗാന്ധി അതിന്റെ ഗുണഭോക്താവാകുന്നുണ്ട് എന്ന് മോദിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ തികച്ചും അത് തെറ്റായ ഒരു നിരീക്ഷണമല്ല. അങ്ങനെ രാഷ്ട്രീയം മുമ്പോട്ട് പോകും. നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സീറ്റ് സാധ്യതകൾ എങ്ങനെയായിരിക്കും, ആർക്കായിരിക്കും മെജോറിറ്റി? അതെ, ഒരു കേരള രാഷ്ട്രീയത്തിൽ എൻ്റെ ഇത്തവണത്തെ ഒരു പ്രശ്നം, ഞാൻ പാസീവായിരുന്നു. മുമ്പൊക്കെ നമ്മളത് കുറേയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവായിട്ട്. അത് 90% ശരിയായിട്ടുണ്ട് നിരീക്ഷണം. അതിൽ എനിക്കൊരു സ്ഥലത്തെ ഒന്ന് പോയി കണ്ട് പഠിച്ചെങ്കിലേ ഒരു കൃത്യത പറയാൻ പറ്റുള്ളൂ. ഏകദേശം പണ്ടൊക്കെ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ തീരെ സാധ്യതയില്ലാത്തിടത്തും അതിനകത്ത് ഈ പാർട്ടി ബോധമുള്ളവൻ നിരീക്ഷിച്ചാൽ അതിനകത്തേക്കൊരു ചായവ് വരും. എനിക്ക് ആ ചായവ് വരത്തില്ല. കാരണം ഞാൻ ഇപ്പോൾ നിൽക്കുന്ന 3 പാർട്ടി ഒന്നാം ധരിക്കുന്ന ഒരാളാണ് തത്വത്തിൽ. അതായത് ഇടതുപക്ഷവും കോൺഗ്രസും BJPയും തത്വത്തിൽ ഒന്നാണ്, ഒറ്റ കാര്യം ചെയ്യുന്ന പാർട്ടികളാണ്. ഇനി ഇവർ തമ്മിലുള്ള വ്യത്യാസം സംഘപരിവാറിന്റെ വർഗീയ അജണ്ട, സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തോടാണ് വിയോജിപ്പ്. അപ്പം ഇവർ 3 ഒരേ കാര്യം ചെയ്യുന്നത്, ഒരു വ്യത്യാസം അവിടെ ഇല്ല. ഇനി ഇത് 3 ഹിന്ദു സമൂഹത്തിന്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് ഒന്നാമത്. രണ്ടാമത് ഇസ്ലാമിന്റെ, ഒന്നാമത് ഹിന്ദു സമൂഹത്തിലെ ഇപ്പൊ തന്നെ ഒരു കാര്യം പറയാം. പിന്നെ നായർ സർവീസ് സൊസൈറ്റി ഇവിടെ സമരം നടത്തിക്കണോ? ഇല്ല, തെരുവ് സമീപിച്ചു. അവരുടെ എല്ലാ ആവശ്യവും കൃത്യം നടത്തി കൊടുക്കുന്നു സർക്കാർ. ഏറ്റവും കൂടുതൽ മന്ത്രിമാർ നായർസിനാണ്. ഏറ്റവും അധികം 2 രാഷ്ട്രീയത്തിലും ഏറ്റവും അധികം MLA നായർസിനാണ്. അവർക്ക് ഒരു സമരം ചെയ്യാതെ സംവരണം കിട്ടി ഉദ്യോഗസ്ഥലങ്ങളിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നത്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ ഒരു സവർണ ഹിന്ദുത്വ ബോധം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുന്ന പാർട്ടികളാണ്. രണ്ടാമതായിട്ട് അവർ BJPയുടെ പ്രീണിപ്പിക്കുന്നു. അവിടെ ക്രൈസ്തവരും മറ്റു മനുഷ്യരുമല്ല എന്ത് ചെയ്യുന്നു, കൂടുതൽ സൈഡ്ലൈൻ ചെയ്യപ്പെടുന്നു. ഇതാണൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ 3 പാർട്ടിയും ഞാനുകൊണ്ട് വോട്ട് ചെയ്യാൻ 3 പാർട്ടിയുടെയും രാഷ്ട്രീയം ഒന്നാണ്. ഇതിൽ ഏറ്റവും അധികം എതിർക്കേണ്ട ആരെയിച്ചാൽ സംഘപരിവാറിനെയാണ്. കാരണം മറ്റു 2 പാർട്ടികളുടെയും രേഖാമൂലം ഇല്ല. ഈ സ്ഥിതിയെ മാറ്റാൻ BJPയെ നന്നാക്കിയാൽ നന്നാകാത്ത പാർട്ടിയാണ്. കാരണം പ്രത്യയശാസ്ത്രം. അപ്പം കേരളത്തിലെ ക്രൈസ്തവരുടെ ആ ചായ്വ് ഈ തവണ എങ്ങോട്ടായിരിക്കും? LDFിലേക്കായിരിക്കും, UDFിലായിരിക്കും? പൊതുവെ ലോക്സഭ ഇലക്ഷനിൽ ട്രെൻഡ് മാറാറാണ് പതിവ്. ഈ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യം, ഇനി LDF കേരളത്തിൽ ഈ നിയമസഭയിലേക്ക് മത്സരിച്ച് മുഖ്യമന്ത്രിയാകുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുന്ന ഘട്ടത്തിൽ
പാർലമെൻറ്റിലേക്ക് UDF-നെയാണ് മനുഷ്യൻ പിന്തുണച്ചുകൊണ്ടിരുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ വല്ലാതെ വന്ന ചില ഘട്ടങ്ങൾ ചില രാഷ്ട്രീയ വിരോധമാണ്. AK ആന്റണി ഇരിക്കുമ്പോഴാണ് 19 സീറ്റ് വന്നു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളിലാണ് ഒരു വിപരീത ദിശയിലേക്ക് മനുഷ്യൻ ചിന്തിക്കുന്നത്. ഇത്തവണ വോട്ടിൽ കണ്ടത് വളരെ പാസീവായ മനുഷ്യരെയാണ്, നിഷ്ക്രിയരായ മനുഷ്യരെയാണ്. ഒരു ചടങ്ങ് കഴിക്കുന്ന ലാഘവത്തോടെയാണ് മലയാളി ഇത്തവണ വോട്ട് ചെയ്തത്. ചെയ്യാതിരിക്കാം, ചെയ്തേക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചില നിലകളിലാണ്. മുമ്പ് കണ്ടത് നിശ്ചയിച്ചുറപ്പിച്ചു പോയി ജയിപ്പിച്ചേ പറ്റൂ. മറ്റേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശബരിമല ഇഷ്യൂ ഒക്കെ വരുമ്പോൾ പോയി ചെയ്തേ പറ്റൂ എന്ന നിലയിലേക്ക് ഒരു ആവശ്യകത. രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഗൾഫിൽ നിന്ന് വരെ ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോയി. ഈ ഒരു നിശ്ചയദാർഢ്യം ഇത്തവണ കണ്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ ഒരു കൃത്യത പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഒരു UDF-ന് മേൽക്കൈയുള്ള ഒരു പാർലമെന്റ് ആകാൻ വരുന്നത്, അത് ഉറപ്പ് നമുക്ക് പറയാൻ വയ്യ. നിർണായക ടൈറ്റായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. തിരുവനന്തപുരം, തൃശ്ശൂർ, വടകര, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വിലയിരുത്തൽ? തിരുവനന്തപുരത്ത് ഈ പറഞ്ഞു വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് പ്രചരണത്തിൽ ശശി തരൂരിനേക്കാളും വളരെ മുമ്പിൽ പോയി എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വർത്തമാനം. അതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കും? അതിലൊരു കാര്യം, ഈ ശശി തരൂർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അദ്ദേഹം വലിയ പ്രചരണ കോലാഹലം ഇളക്കേണ്ട കാര്യമില്ല. 10 വർഷം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളുണ്ട്. 2, ഈ ശശി തരൂർ എന്ന മനുഷ്യനെ വേണ്ടത്ര ഉപയോഗിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർക്കും തോന്നിയില്ല. ആ പ്രശ്നമുണ്ട്. അപ്പോൾ ശശി തരൂർ എന്ന മനുഷ്യന് ഈ തിരുവനന്തപുരം അദ്ദേഹത്തെ ശരിക്കും പഠിച്ചിട്ടുണ്ട്. ഇനി തത്വത്തിലുള്ള രണ്ടാം എതിരാളി CPI ആണ്. പന്നിയൻ രവീന്ദ്രൻ. പന്നിയൻ രവീന്ദ്രൻ നല്ല മനുഷ്യനാണ്. പക്ഷേ ശശി തരൂരിനോട് പിടിക്കാറായില്ല. തുറന്നു പറഞ്ഞു. പന്നിയൻ രവീന്ദ്രൻ ക്ലീൻ ഇമേജ് ഉള്ള ആൾ, മാന്യൻ, ഇതൊന്നും തർക്കമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ തട്ടം കേരള രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഒരു മന്ത്രിയൊക്കെ ആകേണ്ട ആൾ തന്നെയാണ്. പക്ഷെ ഞാനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ശശി തരൂരിനെ ചെയ്യും അവിടെ. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ ചെയ്യാൻ പാടുള്ളൂ. കാരണം അറിയോ, അദ്ദേഹം ഒരു ഈ ശശി തരൂരിനൊപ്പം നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ചെയ്യാതിരിക്കുക ഒറ്റ കാരണമുള്ള ചിഹ്നം താമരയാണ്, ആള് പാർട്ടി BJP ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഘട്ടത്തിൽ മറ്റേ മുമ്പ് നിന്ന എന്താ പറയുക, BJP ഒരു ചലഞ്ചൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ നിന്ന് രാജഗോപാലിനെ പോലെ പോലും ഒന്നും ഉണ്ടാക്കാൻ മറ്റേ ആളിന് കഴിയില്ല, ചന്ദ്രശേഖർക്ക് കഴിയില്ല. കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ അതൊരു UDF മണ്ഡലം തന്നെയാണ്. അപൂർവ ഘട്ടങ്ങളിൽ LDF അവിടെ ജയിച്ചിട്ടുണ്ട്. ചാൾസിനെ എടുത്താലും തലേക്കുന്നിൽ ബഷീർ, ഇവരെല്ലാം എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ONV ഒക്കെ നിന്നിട്ട് തോറ്റുപോയ സ്ഥലമാണ്. അവിടെ പന്ന്യൻ നല്ലപോലെ ജയിച്ചിട്ടുണ്ട്. ജയിച്ചപ്പോൾ ഈ കരുണാകരൻ പന്ന്യൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കരുണാകരൻ്റെ. ശശി തരൂര് ഒരുപക്ഷെ ജയിച്ചില്ലെങ്കിൽ BJP-യിലേക്ക് പോയേക്കാന്നുള്ളൊക്കെയുള്ളൊരു പ്രചരണമൊക്കെ ഉണ്ട്. അതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അത് അങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ? ഇത് കുറേ മനുഷ്യർ BJP-യിലേക്ക് പോകാമായിരുന്നു. കാരണം BJP ആണ് ഇനിയും വരുന്നതെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ മനുഷ്യനുണ്ട്. അതായത് ഈ ശശി തരൂർ എന്ന മനുഷ്യൻ കേവലം ഒരു മിനിസ്റ്റർ ഫോർ ദ സ്റ്റേറ്റ് ഇങ്ങനെ പ്രവർത്തിക്കേണ്ട ആളല്ല. അദ്ദേഹത്തിന് ഒന്നുകിൽ കേരളത്തിലൊരു നിർണായക അധികാരം, അല്ലെങ്കിൽ കേന്ദ്രത്തിലൊരു നല്ല ക്യാബിനറ്റ് റാങ്കിലെ മന്ത്രിയൊക്കെ ആക്കാൻ മൻമോഹൻ സിംഗിൻ്റെ കാലത്തെ കഴിയുമായിരുന്നു. ഇതല്ലെങ്കിൽ AICC-യിൽ മാന്യമായെന്ന് മത്സരിക്കാൻ പോലും അദ്ദേഹത്തെ അനുവദിച്ചില്ല. സമ്മർദ്ദം ചെലുത്തി വല്ലാതെ ആക്കി കളഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അങ്ങനൊരു വഴി തിരഞ്ഞെടുത്തുകൂടാന്നൊന്നും പറയാൻ പറ്റില്ല, സുധാകരൻ പറഞ്ഞത്. അപ്പോൾ ഈ EP ജയരാജന് തോന്നുന്നു ചർച്ച ചെയ്യാൻ, മനസ്സിലായി. അപ്പം അതെന്താന്ന് നമുക്കറിയില്ലെങ്കിലും ഇത്ര ഇൻറ്റിമസി വരണമെന്നുണ്ടെങ്കിൽ കാര്യം എന്താണ്? അപ്പം രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു പ്രവണത അധികാരമായിരിക്കും. അധികാരം അവരെ യൂട്ടിലൈസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം. അപ്പോൾ സിന്ധു ജോയ് പണ്ട് CPM വിടുമ്പോൾ പറഞ്ഞ കാര്യം എന്താ, ഞാൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ്, എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എനിക്കറിയില്ല, എന്നെ വിളിക്കുന്നില്ല, എന്നെ അടുപ്പിക്കുന്നില്ല. ഈ മനുഷ്യരെ അവരായിരിക്കുന്ന നിലയിൽ നിന്ന് പാർട്ടികൾ ഉപയോഗിക്കാതെ വരുമ്പോൾ അവർക്ക് നിരാശ വരും. എന്നിട്ട് അവരെക്കാൾ കുറഞ്ഞ ഒരാൾ ആ സ്ഥാനത്തേക്ക് വരിക. ഇപ്പോൾ ശശി തരൂരും KM മുരളീധരനുമാണ് കോൺഗ്രസിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന 2 ലീഡേഴ്സ് കേരളത്തിൽ. വേറെ ഒരാളുമില്ല. പിന്നെ പുതുതലമുറയിലൊക്കെ ഉണ്ട്, ഷാബി പറമ്പിൽ, ഇങ്ങനെ കുറേ അബിൻ വർക്കി, പിന്നെ കുറേ ആൾക്കാർ പുതുതലമുറയിലുണ്ട്. ഇവർക്ക് നോക്കിയാൽ കോൺഗ്രസിനെ റിഫോം ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. ബെന്നി ബെഹനാനൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ഇതാ ഞാൻ പറഞ്ഞു മുമ്പേ ഒരു വിഷയമുള്ളത്, കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ഒത്തിരി ആളുകളെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക്, പാർലമെന്റിലേക്ക് വിട്ടു. ഇവരൊക്കെ കേരളത്തിൽ പ്രവർത്തിച്ചാൽ കൊള്ളാവുന്നവരാണ്. അവരെല്ലാം കേരളത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. മുരളീധരൻ കേരളത്തിൽ പ്രവർത്തിക്കേണ്ട ലീഡറാണ്. അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ കേരളത്തിൽ പ്രവർത്തിക്കണം. പിന്നെ നമ്മളുടെ ചിലരെ ഇങ്ങനെ പറയണ്ട, KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാനുള്ള, അദ്ദേഹം മുഖ്യമന്ത്രി എന്താ കുഴപ്പം? അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിന് പ്രാപ്തനാണ്, ലാംഗ്വേജ് ഉണ്ട്,
ചപ്പടാഞ്ചി അടിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ പ്രവർത്തിക്കണം ഇവിടെ. അത് നമ്മൾ തെറ്റായിട്ട് കാണരുത്. അതിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാകാണ്. ഇതിനെന്താ കുഴപ്പം? അടൂർ പ്രകാശൻ KPC പ്രസിഡന്റ് ആകാനാണ് താല്പര്യം. എന്താ ഇതിലെ കുഴപ്പം? എന്താ അത് തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലെ ടീച്ചർക്ക് കേരള മുഖ്യമന്ത്രിയാകണം എന്നൊരു തോന്നൽ വരിക. അത് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇല്ല. കാരണം അവരുടെ സാധ്യതയാണ്. ആ സാധ്യത അവർ യൂട്ടിലൈസ് ചെയ്തെങ്കിൽ നമുക്ക് ലീഡർ വേണ്ടേ? നാട് നിലനിൽക്കണ്ടേ? കോൺഗ്രസ് എന്നൊരു പാർട്ടി നിൽക്കണ്ടേ? അല്ലെ ഇടതുപക്ഷം ഒരു പക്ഷം നിൽക്കണ്ടേ? ഇത് കാലത്തിന്റെ ആവശ്യമാണ്. അപ്പം നമ്മളിങ്ങനെ വിശാല വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണണം. ഇവരെ ഇങ്ങനെ ഇവർ ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ചിലർ തോക്കാൻ വേണ്ടി മത്സരിച്ചവരുണ്ട്. തോറ്റാലും വിഷയമില്ല എന്നുള്ളത്. ഇപ്പൊ ടീച്ചറും ഷാവിക്കും താല്പര്യമില്ല MP ആകാൻ. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഇവർ രണ്ടും കേരളത്തിൽ നിൽക്കാൻ അവർക്ക് താല്പര്യം. കാരണം കേരളത്തിൽ CPM രാഷ്ട്രീയത്തിന്റെ പോക്കറിയില്ല. ടീച്ചർ ഒരു ഐക്കണാണ്. പിണറായി വിജയനേക്കാൾ സ്വീകാര്യതയുള്ളൊരു നേതാവാണ് ടീച്ചർ. അവരവരുടെ ആ ഇമേജ് കളഞ്ഞിട്ടില്ല. അവരൊരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് വിലയും നിലയുണ്ട്. രണ്ട്, ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നല്ലൊരു കോൺഗ്രസ് ലീഡറാണ്. അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കേൾക്കുന്ന അപവാദം എല്ലാം ചീറ്റിപ്പോവാ ചെയ്തത്. അദ്ദേഹം നല്ലൊരു ലീഡറാണ്. അതുപോലെ ആരുണ്ട് കുട്ടികൾക്കിടയിൽ? ബാക്കി ആളുകളുടെ പേര് പോലും പറയാൻ കൊള്ളത്തില്ല. കോൺഗ്രസിലെ ചില കക്ഷികൾ, ഈ ID കാർഡൊക്കെ കൃത്രിമം ഉണ്ടാക്കിയ കക്ഷികളുണ്ട്. ഇവരൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ ഈ റിമോട്ട് കൺട്രോൾ ഉള്ളതാണ് ഒരു ഭാഗ്യം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടോ ചാമക്കാല വരുമ്പോൾ ഞാൻ റിമോട്ട് കൺട്രോൾ വഴി രക്ഷപ്പെടുക പതിവ്. കാരണം പ്രതിപക്ഷ ബഹുമാനമില്ല, രാഷ്ട്രീയം പറയാൻ അറിയില്ല, ചുമ്മാ അപഹസിക്കുന്ന വിധത്തിൽ ഒരുമാതിരി ഗുണ്ടായിസം ഇതിർത്ത് ഇവർ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് ഷാഫി പറമ്പിലും മറ്റേ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി അപ്പുറത്ത് രാധാകൃഷ്ണൻ, അത് ക്ലീൻ ഇമേജ് ഉള്ളൊരു നേതാവാണ്. പക്ഷെ അദ്ദേഹം പോയി അവിടെ മത്സരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം കേരളത്തിലൊരു മന്ത്രിയായിരുന്നുള്ളൂ അദ്ദേഹം ചെയ്യാൻ പറ്റിയ കാര്യം ഡൽഹിയിൽ പോയി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ CPM ഒരു സെറ്റപ്പ് ഉണ്ട്, അതിനൊരു ലീഡറുണ്ട്, അവിടെ ഒരു മുതിർന്ന നേതാവ് നിന്ന് കാര്യങ്ങളൊക്കെ ഒതുക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ സീനിയോറിറ്റി ഉള്ളവരുണ്ടല്ലോ. അതല്ല, ഇവരെ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന്റെ ഭാഗമായിരിക്കും ഇത്. അങ്ങനെ പറയാൻ വയ്യ. കാരണം ടീച്ചർ CPM ഇപ്പോൾ ടീച്ചർ ആഗ്രഹിച്ചാൽ ഒരു സ്ഥാനത്ത് വരണമെന്നില്ല. അതിന്റെ സെറ്റപ്പ് വേറെ ഒന്നാണ്. അത് കേരളത്തിൽ കിടന്നാലേ അവർക്ക് ഒതുക്കാം. ഇപ്പം തോമസ് ഐസക്കിനെ ഒതുക്കണമെങ്കിൽ ഇവിടെ ഒരു സീറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. തോമസ് ഐസക് ഏതാണ്ട് ഒതുങ്ങി തന്നെ കഴിയാണ്. അപ്പോൾ ഇവർക്ക് വേറൊരു മാനസികാവസ്ഥയുണ്ട്. ഈ പാർലമെന്ററി സംവിധാനം കിട്ടുന്നില്ല. പിന്നെ ഇവർ പാർട്ടി ഘടകങ്ങളിൽ പിടിച്ചിരിക്കാൻ നോക്കുന്നത്. ഉദാഹരണം MA ബേബി. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും മത്സരിച്ച് ജയിക്കാൻ കുണ്ടറെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ പറ്റുന്നില്ല. പിന്നെ PV കിട്ടി, അത് മതി. ഇനി അദ്ദേഹം വന്ന് താഴോട്ട് മത്സരിക്കാൻ താല്പര്യം എടുക്കുകയില്ല, അല്ലെ വല്ല രാജ്യസഭയിലും പോത്തുള്ളൂ. അപ്പോൾ ഇപ്പുറത്ത് ഇതുപോലെ തോറ്റാൽ കേരളത്തിൽ പ്രയോജനപ്പെടേണ്ടവരാണ് ഇവർ. എൻ്റെ അഭിപ്രായത്തിൽ ഷാഫിയും ജയിക്കരുത്, ടീച്ചറും ജയിക്കരുത്, രണ്ടുപേരും ഇവിടെ വേണമായിരുന്നു. ഇനി ഇവർ രണ്ടുപേരും ജയിച്ചാലും നല്ലതാണ്. കാരണം ഷാഫി ജയിച്ചാൽ കുറേ കൂടെ നല്ലതാണ്. കാരണം ഭാഷയുണ്ടെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ സംസാരിക്കുമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഇല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിനി അവർ പഴയ രാഷ്ട്രീയക്കാരാ കൊള്ളാന്നൊക്കെ പറയും. ഓക്കെ, അത് സത്യം തന്നെയാണ്. പക്ഷെ അവിടെ പോയിട്ട് ഇംഗ്ലീഷോ ഹിന്ദിയോ കൈകാര്യം ചെയ്യാൻ പറ്റും. മറ്റ് സ്ഥലങ്ങളിലോ തൃശ്ശൂർ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും സാധ്യത? ഈ തൃശ്ശൂർ നിന്ന ഈ സുരേഷ് ഗോപി, അതുപോലെ മുരളീധരൻ. സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയെ മനുഷ്യർക്ക് ഇഷ്ടമാണ്. അദ്ദേഹം നല്ല രാഷ്ട്രീയ, അദ്ദേഹം നടനും ഒക്കെ ആയിട്ടുണ്ടാക്കിയെടുത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ സുരേഷ് ഗോപി ഒരു വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയമാണ് കളിച്ചത്. ആ സമയത്ത് കൊണ്ട് മറ്റേ മാതാവിന് ചെമ്പ് സ്വർണം പൊതിഞ്ഞ ചെമ്പ് കൊണ്ടുള്ള കിരീടം വെക്കുന്നു, അത് താഴെ വീഴുന്നു. അപ്പം ഇങ്ങനെയുള്ള അശുഭലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടവിടെ. അത്തരത്തിൽ പിന്നെ ആളുകളെ സഹായിക്കുന്നു, എന്തുവാ ഇങ്ങനെയൊക്കെ ഉള്ളത് കേരളത്തിൽ പറ്റിയൊരു രാഷ്ട്രീയമല്ല. നമുക്കത് കണ്ട് നാണം വരും. ഇതൊന്നും അതല്ല പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവിടെ പറ്റിയത് മുരളീധരനോ അല്ലെങ്കിൽ നമ്മുടെ സുനിൽകുമാറാണ്. സുനിൽകുമാർ നല്ലൊരു മന്ത്രിയായിട്ടിരുന്ന് പേരെടുത്ത ഒരാളാണ്. അതുപോലെ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരുന്ന് നല്ല മാന്യമായിട്ട് പ്രവർത്തിച്ച ആളാണ്. ചില അപജയങ്ങളും അപകടങ്ങളും അദ്ദേഹത്തിന് വന്നു. പക്ഷേ ഇവരിൽ ഒരാളെ ജയിക്കും. അത് സുനിൽകുമാറിനാണ് ചാൻസ് കൂടുതൽ. കാരണം മുരളീധരൻ്റെ വോട്ട് കഴിഞ്ഞുള്ള ശരീരഭാഷ ഒരു തോൽവി സമ്മതിച്ച പോലെയാണ്. മറ്റു ചില ഘടകങ്ങളും അങ്ങനെയൊക്കെയാണ് പോക്ക്. അതുകൊണ്ട് അവിടെ ശരിക്കും സുനിൽകുമാറിനാണ് ചാൻസ്. മധ്യ കേരളത്തിലും മലബാറിലേക്കൊക്കെ പോകുമ്പോൾ മലബാറിൽ എൻ്റെ വീക്ഷണത്തിൽ കണ്ണൂരിലും വ്യത്യാസം ഉണ്ടാവോ? കാസർഗോഡ് ഉണ്ണിത്താന് സാധ്യത. പിന്നെ നമ്മളുടെ ഇങ്ങോട്ട് വന്നാൽ കണ്ണൂർ ഞാൻ MV ജയരാജനാണ്. അതെന്താ അങ്ങനെ കാരണം? സുധാകരൻ കഴിവുള്ള നേതാവ് തന്നെയാണ്. പക്ഷേ പാർട്ടിക്കകത്ത് എന്താ പറയുക, അദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചത് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഒരു ക്ഷീണിതനായിപ്പോയല്ലോ. KPC പ്രസിഡന്റ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിച്ചു. എന്തോ വലിയൊരു കാര്യം അദ്ദേഹം ചെയ്യുമെന്ന്. അദ്ദേഹം തന്നെ പറഞ്ഞു സെമി കേഡറാക്കും. സെമി കേഡറാക്കിയില്ലെങ്കിൽ ഉള്ള പോലെ കൊണ്ടുപോയാൽ മതിയായിരുന്നു.
ഒന്നും നടന്നില്ല. സതീശനും പരാജയമാണ്. അത് സതീശനും പരാജയമാണ്. അത് അവർ തങ്ങൾ ആ ഗ്രൂപ്പ് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും തോന്നുന്നു സതീശനാണ് അല്പം കൂടെ പാർട്ടി കൂറുള്ളത് സുധാകരനാണ്. സതീശൻ ഒത്തിരി ഹിഡൻ അജണ്ടകളോടെയാണ് ഈ പ്രവർത്തിക്കുന്നത്. സതീശൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അവിടെ എം വി ജയരാജൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം അവിടെ പാർട്ടിയെ കോൺഗ്രസിനെ രൂപവൽക്കരിച്ച് കരുപ്പിടിപ്പിച്ചൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഇപ്പം ക്ഷീണിതനാണ്. ആ ക്ഷീണം കൊണ്ട് ഉള്ള ഒരു മേൽക്കൈ അപ്പുറത്ത് കിട്ടാം എം വി ജയരാജന് കിട്ടാം. പിന്നെ ഇങ്ങോട്ടൊന്നും ഇടതുപക്ഷത്തിന് വേണ്ടത്ര ഒരു വിജയം ഉണ്ടാകാൻ സാധ്യത തീരെ കുറവാണ്. ഇനി ഇതൊക്കെ മാറിയേക്കാം. എൻ്റെ പരിമിതമായ ഒരു നിരീക്ഷണം അങ്ങനെയാണ്. ട്രെൻഡൊക്കെ ചിലപ്പോൾ മാറിയേക്കാം. എന്തെങ്കിലും കൂടുതൽ ചില സാധ്യതകളുണ്ട്. അങ്ങനെ വലിയൊരു മാറ്റത്തിലേക്ക് ഇവിടെയും പോകില്ല. പിന്നെ ഇങ്ങോട്ടൊന്നും നമ്മളിങ്ങനെ ആറ്റിങ്ങലാണ് പിന്നെ LDF ഞാൻ കാണുന്ന ഒരു സ്ഥലം കൂടെ. അവിടെ അടൂർ പ്രകാശിന് ഒരു തോൽവി ഉണ്ടായേക്കാണ്. ജോയി നല്ല ഒരു കാൻഡിഡേറ്റാണ്. ഏളമരംകാരി ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ അവിടെ? ഈ രാഘവൻ നല്ലൊരു ഇമേജ് ഉള്ള നേതാവല്ലേ. രാഘവന്റെ പേര് കഴിഞ്ഞ തവണ അദ്ദേഹം പണം വിതരണം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കൈയോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ അതിജീവിച്ചു പോയി. എന്നാൽ ഈ രാഘവനെ പോലൊക്കെയുള്ള ആളുകളുടെ ഗുണം ജനങ്ങളോട് ബന്ധമുള്ള ആൾക്കാരാണ്. ജനങ്ങൾക്കൊരാവശ്യം വന്നാൽ അദ്ദേഹം വളരെ ഫേമായിട്ട് ഇടപെടും. അതൊരിടത് കോട്ടയാണ് കോഴിക്കോടെന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്വഭാവം എങ്ങനെയാണ്. പിന്നെ CPM ഇത്തവണ അവിടെ വളരെ കൃത്യമായിട്ട് ഇളമരം കരിയും വഴി ഈ മുസ്ലിം കൺസോൾട്ടേഷൻ അത് ആ വോട്ടും പ്ലസ് ഇടതുപക്ഷ വോട്ടും ഇങ്ങനൊരു സങ്കല്പത്തിലാണ് നിർത്തിയിരിക്കുന്നത്. കരിയും മോശമല്ല, കഴിവുള്ള ആളാണ്. ഇവിടെ ഹൈബീഡനും ബെന്നി ബെഹനാനും ഡീൻ കുര്യാക്കോസൊക്കെ ഈസി അവരൊക്കെ അതാണ് അവിടെയാണ് ഈ BJPയുടെ പൊളിറ്റിക്സ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് അനുകൂലമാണെങ്കിൽ അവിടെ ഹൈബീഡൻ തോക്കണം, ഇടുക്കിയിൽ ഇദ്ദേഹം തോക്കണം, ഡീൻ കുര്യാക്കോസ് തോക്കണം, ഇനിയും കോട്ടയത്ത് തോക്കണം. ഇതുപോലെ നടക്കുമോ? നടക്കില്ല. അപ്പോൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. BJPക്ക് അനുകൂലമായിട്ടൊന്നും ക്രൈസ്തവ വോട്ടുകൾ പോയിട്ടില്ല. ഞാൻ പതിവായി പറഞ്ഞൊരു കാര്യം, ഈ കേരളത്തിലെ ക്രൈസ്തവരുടെ ഫസ്റ്റ് ഓപ്ഷൻ കോൺഗ്രസ് ആണ്. അത് കഴിയുന്നില്ലെങ്കിൽ അവർ LDFന് വോട്ട് ചെയ്യും. BJP എന്നത് അവരുടെ സ്വപ്നത്തിലൊരു പാർട്ടിയല്ല, അവരുടെ കാഴ്ചപ്പാടിലൊരു പാർട്ടിയല്ല. ആദ്യമൊക്കെ ഈ പുരോഹിതന്മാർ കുറെ ഞങ്ങൾക്ക് ഒരു പാർട്ടിയോട് അലർജി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അല്പം കഴിഞ്ഞ് അപകടം മണത്തു. അപകടം മണത്തു പറഞ്ഞാൽ ഈ മണിപ്പൂർ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കാൾ പൗരോഹിത്യം നേരിട്ട് പ്രതിസന്ധിയുണ്ട്. എന്താണെന്നറിയോ? എന്താണത്? FCRA ക്യാൻസലാകുന്നു. ഇങ്ങനെ BJP പണിയെടുക്കുന്നു. ഫോറിൻ കറൻസി റെഗുലേറ്റിംഗ് ആക്ട് ഇതുവഴി നമുക്ക് പണം മാറാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. പലതരം പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് സ്ഥാപനങ്ങൾ ഇപ്പം ഓർഫനെ നടത്താൻ വയ്യ, ഓൾഡ് ഹോം നടത്താൻ വയ്യ. അല്ല, മണിപ്പൂരിൽ മനുഷ്യൻ മരിച്ചോന്നല്ല അടുത്ത പ്രശ്നം. ഈ പ്രശ്നങ്ങൾ ബാധിക്കുന്നു. അപ്പോൾ കുറെ കൂടി ആക്സസ് കിട്ടുന്ന കോൺഗ്രസ് വന്നാലാ. ഇത് മനസ്സിലായി. അല്ലാതെ ഈ പൗരോഹിത്യത്തെ ഇതൊന്നും ബാധിക്കില്ല. മണിപ്പൂർ മൊത്തം പിടിച്ചുകൊണ്ട് പോയാലും ഇതൊന്നും ബാധിക്കില്ല. ഗ്രഹാസ്റ്റീസിനെ പോലെ 1000 പേരെ കൊന്നാലും പൗരോഹിത്യത്തിന് കുലുക്കൊണ്ടാവില്ല. കാരണം അവരിരിക്കുന്നത് ഭയങ്കര മോഡിക്ക് തുല്യമായ സിംഹാസനങ്ങളിലായിരിക്കുന്നത്. അത് അവർക്കത് ബാധിക്കത്തൊന്നുമില്ല. നമ്മുടെ ചർച്ചയുടെ ഒരു അവസാന ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2020 എന്തെങ്കിലും വോട്ട് സീറ്റ് നേടാനായിട്ടോ അല്ലെങ്കിൽ ആ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ, ലോക്സഭ തിരഞ്ഞെടുപ്പിൽ പറ്റുമോ? ഇല്ല. ഒരു വോട്ട് പിടിക്കുക. ചാലക്കുടിയിൽ വോട്ട് പിടിക്കും. പിന്നെ അവിടെ ചാർലി പോളാണ് നിൽക്കുന്നത് അല്ലേ? ചാർലി പോൾ അദ്ദേഹം അതിനകത്തല്ല, ഒരു ലീഡറാണ്, കഴിവുള്ള മനുഷ്യനാണ്. അതെ. ഈ 2020 പറയുന്നത് കേൾക്കാൻ കൊള്ളാവുന്നൊരു രാഷ്ട്രീയമാണ്. പാലിന് 25 രൂപയോ 15 രൂപയ്ക്ക് പാല്, ഇന്ന സാധനങ്ങൾക്ക് ഇന്ന വിലക്കുറവ്. അപ്പോൾ ഇത് കേൾക്കാൻ കൊള്ളാം. മനുഷ്യൻ്റെ ആവശ്യം അതിനപ്പുറത്താണ്. തല വേണ്ട ഈ പാല് കുടിക്കണമെങ്കിൽ. ഈ തല ഇരിക്കുന്നതിനെ പറ്റി ഇവർക്ക് എന്താ പറയാനുള്ളത്? തല കഴുത്ത വേണമല്ലോ. അക്രമ രാഷ്ട്രീയത്തെപ്പറ്റി, ജിഹാദികളെപ്പറ്റി, സംഘപരിവാരങ്ങളെപ്പറ്റി ഈ സാബുവിൻ്റെ പാർട്ടികളൊരു വിമർശനം നടത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരൊരു നിലപാട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. പ്രത്യയശാസ്ത്രം ഇല്ലാത്തതല്ലേ അവരൊരു പ്രശ്നം. അത് പ്രശ്നമാണ്. അത് ആൾക്കൂട്ടമാണ്. അരാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ. അരാഷ്ട്രീയം വലിയ പ്രശ്നമാണെന്ന്. അരാഷ്ട്രീയവാദം പ്രശ്നമാണ്. അപ്പോൾ തന്നെ ഇതിനെതിരെ ഈ കടുകട്ടി രാഷ്ട്രീയവാദം ആ മനുഷ്യനെ തകർത്തെ. പ്രത്യയശാസ്ത്രത്തിന്റെ കനം ബാലൻസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടിട്ട് പാലിന് വിലക്കുറവ്, അരിക്ക് വിലക്കുറവ്, അവിടെ നല്ല വീട് വെച്ചു കൊടുത്തു, ബാക്കിയെല്ലാം തട്ടിക്കും, ഞങ്ങൾ തട്ടിക്കില്ല. അങ്ങനത്തെ ശരിയായിരിക്കാം പറഞ്ഞു. പക്ഷെ അത് തുടക്കത്തിലേ ഉള്ളൂ. അല്പം കഴിഞ്ഞാൽ വലിയൊരു പാർട്ടിയായി കഴിഞ്ഞാൽ ഇവരെ കൺട്രോളിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവാം. എല്ലാ പാർട്ടിയും തുടക്കത്തിൽ സംശുദ്ധമായ നിലയിൽ തുടങ്ങിയതാണ്. കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും പഴയ കോൺഗ്രസ് നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം വായിച്ചിരിക്കുന്ന തിരിച്ച് KSUവിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റാത്തതിന് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കടം പറഞ്ഞ് ചായ കുടിച്ചിട്ട്
ഞാൻ ഉമ്മൻചാണ്ടിയാന്നെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ഒരു 50 രൂപ കടക്കാരൻ്റെ ചോദിച്ച് മേടിച്ചിട്ട് പുതുപ്പള്ളിയിലെത്തിയിട്ട് അത് അയച്ചു കൊടുത്തു ആ പൈസ. ഇത്തരം മനുഷ്യരുണ്ട് പണ്ടത്തെ രാഷ്ട്രീയത്തിൽ, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ പാർട്ടി അപ്പുറത്തേക്ക് വളർന്നപ്പോൾ ഇതൊരു കരിയറായി മാറി പുതിയ ആളുകൾക്ക്. ഈ അവസരം തേടി വന്ന ആളുകൾക്ക് ഇത് കരിയറാണ്. അപ്പോൾ അവർ അഴിമതി ചെയ്യും, അതിനവർ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ കറപ്റ്റഡായ സിസ്റ്റത്തെ വിമർശിക്കാൻ വേണ്ടി ഞാൻ പുതിയതരണം ഉണ്ടാക്കിയാൽ അത് വളരുമ്പോഴും അഴിമതിയിലേക്ക് പോകും. അപ്പോൾ അതൊരു പ്രത്യയശാസ്ത്രമല്ല. അപ്പോൾ അതിനെതിരെ ഒരു നിലപാടാണ് വേണ്ടത്. അക്രമം അത് കേജ്രിവാൾ എന്താണ് പറഞ്ഞു വന്നേ, അണ്ണാ ഹസാരുടെ കൂടെ. പക്ഷെ ആ കേജ്രിവാളിന്റെ പേരിലും കേട്ടെന്താ ഫണ്ട് മേടിച്ചു എന്നുള്ള ഇതാണ് അല്ലേ, അതുണ്ടാകുന്ന ആളെ. അപ്പോൾ ഇനി അടുത്തത് ഈ 2020 പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത്, ഈ ഷാവുവിൻ്റെ ഒരു പ്രസംഗം രീതി കണ്ടോ, അതിനുള്ളൊരു രാഷ്ട്രീയ കക്ഷി കൊണ്ടുള്ള പക്വതയില്ല. ഒരു കമ്പനി മുതലാളി രീതിയിലാണ്. അല്ല, അവിടെ ജനാധിപത്യം ഒന്നുമില്ലെന്നാണ്. ജനാധിപത്യം അവിടെ ചർച്ച ജനാധിപത്യത്തിലെ സാവു പറയുന്നത് കേട്ടോണം. അതെ, ഇത്രേ ഉള്ളൂ. യു ഹാവ് ടു ഒബേ. ഞാൻ MD ആണ് പറയുന്നത് കേട്ടോണം. ഞാൻ നിങ്ങൾക്ക് ഇന്നൊക്കെ തരുന്നുണ്ട്, അനുസരിച്ചോണം. ഇത് മനുഷ്യനെ കിട്ടത്തില്ല അങ്ങനെ നിൽക്കാൻ. അഭിമാനമുള്ള മനുഷ്യനെ സാവിന്റെ പാർട്ടി നീക്കാൻ കിട്ടത്തില്ല. കുറച്ച് നാളൊക്കെ സാധനങ്ങൾ കൊടുത്ത ആളുകളെ ആകർഷിക്കാൻ പറ്റിയേക്കാം. ഇത് എത്രവർക്ക് വേണം, ആ വേണമെന്നും കൂടെ നിൽക്കും. അവർക്കൊരു വെൽഫെയർ പൊളിറ്റിക്സ് ആണ് സാവു കളിക്കുന്നത്. വെൽനെസ്സോ വെൽഫെയർ എന്നൊക്കെ പറയാനുള്ളൊരു ഇത്, അത് വേണ്ടുന്ന മനുഷ്യർ സപ്പോർട്ട് ചെയ്യട്ടെ. BJP നോർത്ത് ഇന്ത്യയിൽ കളിക്കുന്ന ഒരു രാഷ്ട്രീയ സാബു കൂടെ ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പാടില്ല. അത് തന്നെയാണ്, അതിൽ നല്ല നിലയിലാണ്. ഇതെല്ലാം പറയുമ്പോഴും സാബുവിന്റെ മനുഷ്യത്വോ അദ്ദേഹം ചെയ്യുന്ന രീതികളോ ഞാൻ വില കുറച്ച് കാണുന്നില്ല. നല്ല കാര്യം. പിന്നെ അടുത്തത് വേറെ എനിക്കതൊരു ഭയങ്കര ബഹുമാനമുണ്ട്. ആ ബഹുമാനം പോയൊരു സന്ദർഭം, വീണയുടെ പേരിൽ എന്തോ ഒരു ബോംബ് പുള്ളിയുടെ പൊട്ടിക്കാനുണ്ട്, പുള്ളിയെ പറ്റി വല്ലതും പറഞ്ഞത് പൊട്ടിക്കുമെന്ന്. അതെന്തോ കാര്യം, എന്നാൽ പിന്നെ ഇത് ആദ്യം ചെയ്യത്തില്ലേ? അപ്പോൾ എൻ്റെ അഴിമതി നിങ്ങൾ മിണ്ടാതിരുന്ന നിങ്ങളുടെ കാര്യം ഞാൻ പറയലെന്നല്ലേ, അത് പാടില്ല. അപ്പോൾ അത് ഒരു പൊതുവിൽ പറഞ്ഞു വിടുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം ആളുകൾ സ്പോക്സ്മാനെയൊക്കെ ഇരുത്തിയാ പറയണ്ടേ. ലീഡർ ഇങ്ങനെ കയറി വന്ന് ഈ ചപ്പടാഞ്ചി അടിക്കേണ്ട ആളല്ല. അപ്പോൾ അറിയത്തില്ലേ മിണ്ടാതിരിക്കണം, അല്ലേ വേണ്ടേ? ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആം ആദ്മിക്കോ ഒന്നും കേരളത്തിൽ റോളില്ല, പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് റോളില്ല, ഒരു പ്രസക്തിയില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നോട്ടുള്ള സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി എന്തായിരിക്കും? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിന് വലിയ പ്രസക്തി ഒന്നും തോന്നില്ല. ഇതിൽ നിന്നും കുറയും, ഇപ്പോഴായിരിക്കുന്നതിലും കുറയും. ഇതിൽ ബംഗാളിൽ അവർക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, നേരിയൊരു ചലനം, ഒരു ലൈഫ് തിരിച്ചിട്ടിട്ടുണ്ട്. അത് പുതിയൊരു ലീഡർഷിപ്പ് എന്തൊരു മീനാക്ഷി മുഖർജിയോ പെൺകുട്ടി, അവരുടെ ബംഗാളിലെ ഇത്തവണത്തെ പ്രവർത്തനം അപാര സയന്റിഫിക്കലായ പ്രവർത്തനമാണ്. അതായത് ഇവരുടെ കൂടെ BJPയിലേക്ക് ആളൊഴിയല്ല, പഴയ പാർട്ടി കേട്ടർമാരെല്ലാം അപ്രത്യക്ഷമാണ്. അപ്പോൾ ഇവർ ഈ കാരണവന്മാരെ വിട്ടിട്ട് SFIയും DYFI ശക്തമായിട്ട് താഴെ തലത്തിലിറങ്ങി വീടുകളിലിറങ്ങി പ്രവർത്തിക്കുകയും, അതല്ലെങ്കിൽ മമത വല്ലാതെ അങ്ങ് ആയിപ്പോയി. CPM പണ്ട് എന്ത് ചെയ്തോ അത് തന്നെ മമത പിന്നെ ചെയ്യുന്നത്. മറ്റ് പാർട്ടികൾക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയായി. അവരൊരു ചെറിയ തിരിച്ചുവരവ് അവിടെ നടത്തിയിട്ടുണ്ട്. 1-2 സീറ്റ് കിട്ടിയേക്കാം. 15 സീറ്റൊക്കെയാണ് പറഞ്ഞു. പക്ഷേ 1-2 സീറ്റിൽ ഇടതുപക്ഷം അവിടെ വരാം, കോൺഗ്രസിൻ്റെ കൂടി സഹായത്തോടെ. കോൺഗ്രസിനും സീറ്റ് കിട്ടാം. അപ്പോൾ ഒരു സീറ്റ് അവർക്ക് തിരിച്ചു കിട്ടിയ, കാരണം സംസ്ഥാന പാർട്ടിയുടെ പദവിയില്ല, അവിടെ ഒരു സീറ്റ് കിട്ടിയാൽ വലിയ കാര്യമാണ്. ബംഗാളിൽ കഴിഞ്ഞ തവണ BJP നല്ല സീറ്റ് പിടിച്ചതാ, ഇത്തവണ അതിൽ ഒരുപാട് കുറയും. മമതയുടെ ഉള്ള വിരോധം ഇതാരാണ് മുതലാക്കുന്നത്? പക്ഷെ CPM ഇതല്ല പ്രതീക്ഷിക്കുന്നത്. CPM ഈ 2-3 പേരെ ജയിപ്പിക്കുകയും 2ാം സ്ഥാനത്ത് എത്തുകയും ചെയ്താൽ ഉണ്ടാക്കാവുന്ന ഒരു തരംഗമുണ്ട്. ഇതുവഴി നിയമസഭയാണ് പദ്ധതിയിടുന്നത്. പക്ഷെ അവിടെ CPMനും കോൺഗ്രസിനും ചേർന്നുള്ള സഖ്യം ഒരു സ്വാധീനം താഴെക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മടങ്ങിവരവ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പൂർണ്ണ വിജയത്തിലേക്കൊന്നും പോകില്ല. പക്ഷെ മൊത്തത്തിലെടുത്താൽ ഇപ്പോൾ ഒരു 3 സീറ്റാണുള്ളത്. ഈ 3 സീറ്റ് ഒരു 6 സീറ്റ് 7 സീറ്റിലേക്കൊക്കെ വളരാം. കാരണം തമിഴ്നാട്ടിൽ 2 സീറ്റ് ഏതാണ്ട് ഷുവറാണ്. പിന്നെ അവർക്ക് കിട്ടാവുന്ന ഒന്ന് മറ്റേ ത്രിപുരയിലൊന്ന്, ഇതൊക്കെ സാധ്യതയുണ്ട്. അപ്പം മൊത്തത്തിൽ ഇതൊക്കെ പറയുമ്പോഴും ഇടതുപക്ഷം എന്ന നിലയിലേക്കുള്ള ആ സംവിധാനമൊന്നും പഴയ പോലെ വർക്കൗട്ട് ആവില്ല. ക്ഷീണം തന്നെയാണ് സംഭവിക്കുന്നത്. കോൺഗ്രസിന് നിരങ്ങി ജയിച്ചാൽ പോരാ. ഇങ്ങനെ കോൺഗ്രസിന് 100-ലധികം സീറ്റ് കിട്ടാൻ സാധ്യത, തീർച്ചയായിട്ടും കിട്ടാൻ സാധ്യതയുണ്ട്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കൺക്ലൂഷനായിട്ട് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ ഒരു ചെറിയ പരിമിതിയിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ കാണും. 2, മുൻകാലങ്ങളിൽ ഞാനിത് കുറേ കൂടെ നിരീക്ഷിക്കാൻ ഇറങ്ങുമായിരുന്നു, പഠിക്കാനൊക്കെ തയ്യാറായി. ഇപ്പോൾ ഒരു റിസൾട്ട് പോലും അറിയാനൊരു താല്പര്യമില്ല. ആര് ജയിച്ചു എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് ദുഃഖമില്ല, സന്തോഷമില്ല. ഇതെല്ലാം പറയുമ്പോൾ ഇവരെല്ലാം മോശക്കാരായിട്ടല്ല. ഈ
നമ്മുടെ സിസ്റ്റം കംപ്ലീറ്റ് മാറണം, സ്ഥിതിഗതികളാകെ മാറണം. ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയ വിപത്തെന്ന് പറഞ്ഞാൽ സംഘപരിവാറിൻ്റെ വിപത്താണ്. ഇപ്പോൾ ജിഹാദി എന്ന് പറയുന്ന സംഭവത്തെ ഇതിന് രണ്ടായിട്ടും കാണും. പണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് പീഡ രണ്ട് വിധത്തിൽ നേരിട്ടു. ഒന്ന് ജൂതന്മാർ ചെയ്ത പീഡയും, രണ്ട് റോമൻ ഗവൺമെൻറ് ചെയ്തു. ഇതിൽ ഭയജനകമായി തീർന്ന റോമ ഗവൺമെൻറ്റിൻ്റെയാണ് ആയുധവും അധികാരവും കയ്യിലുണ്ട്. ഇത് അധികാരമില്ലാതെയാണ് ഇവർ പീഡിപ്പിച്ചത്, യഹൂദന്മാർ. ആ പീഡയെ സഭ അതിജീവിച്ചു. പക്ഷെ ഗവൺമെൻറ് പീഡിപ്പിച്ച പീഡ 3 നൂറ്റാണ്ട് നീണ്ടു വന്നു. അതുപോലെ BJP പോലൊരു പാർട്ടി സർവശക്തി സന്നാഹങ്ങളുടെ അധികാരത്തിലെത്തിയാൽ മറ്റു മനുഷ്യൻ്റെ ജീവിതം ഭയങ്കര പാടാണെന്ന് തെളിയിച്ചു ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ട് നമ്മളെ എതിർക്കേണ്ട ഒന്നാമത്തെ ശക്തി സംഘപരിവാരങ്ങളാണ്. ജിഹാദികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഇഷ്യൂ ബേസ്ഡാണ്. അവർക്ക് തോന്നുന്ന ഒരു തോന്നലോ അതിൻ്റെ നേതൃത്വമാണ് ജനങ്ങളെ ഇളക്കി വിടുന്നത്. ഇല്ലിറ്ററേറ്റ് ആണ് അവർ കൂടുതൽ. ഇവരെ ഇളക്കി വിട്ട് മതം നിന്ന ഇങ്ങനെ കുറേ കഥകളെല്ലാം കയറ്റിവിട്ട് അതിന് ചെയ്യേണ്ടത് ഇവരുടെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഈ സർക്കാരുകൾ നൽകി വരുന്ന ഔദാര്യങ്ങൾ നിർത്തലാക്കണം. ഒരു മതസ്ഥാപനത്തിനും വേറെങ്ങും കിട്ടുന്നില്ല, ഇവർക്കാണ് കിട്ടുന്നത്. സർക്കാരുകൾ കൊണ്ട് ഏറ്റവും ഗുണമുള്ളത് ഇവർക്ക് തന്നെയാണ്. അപ്പോൾ ഈ പ്രീണന നയം പാർട്ടികൾ ഉപേക്ഷിച്ചിട്ട് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ പറ്റണം. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. എങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ, നിലവിലെ സാഹചര്യത്തിൽ ഒരു മതേതര കക്ഷിയാണ് ജയിക്കേണ്ടത്. ഒരു മതേതര ബോധമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. നാളെ ഇപ്പോൾ ക്രിസ്ത്യാനി എല്ലാം ചേർന്നൊരു പാർട്ടി ഉണ്ടാക്കുന്ന ഒരു കാഴ്ചപ്പാടിനെയും പിന്തുണയ്ക്കാൻ പാടില്ല. അതൊക്കെ അപക്വമായ തീരുമാനങ്ങളാണ്. അപ്പോൾ ജാതി, മതം, വർണ്ണം, വർഗം ഇതൊക്കെ സാമൂഹ്യമായ, സാമുദായികമായ എവിടത്തെയൊക്കെ ചില ആവശ്യകതയാകാം. പക്ഷേ അതിനെ നമ്മൾ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാക്കി നിർത്തിക്കൊണ്ട് കൊണ്ടുപോകുന്ന ശൈലി നമ്മൾ പുനഃപരിശോധിക്കണം. അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. അത് മാറി വരേണ്ടതുണ്ട്. വളരെ കൃത്യമായിട്ടൊരു നിരീക്ഷണം പറഞ്ഞുകൊണ്ടാണ് അനിൽ കൊടുത്തോട്ടം പാസ്റ്റർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൊളിറ്റിക്സിനെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച്, മാറിയ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെതായ പരിമിതിയിൽ നിന്നുകൊണ്ട് കൃത്യമായ നിരീക്ഷണങ്ങൾ പങ്കുവച്ചു. ഇത്രയും സമയം ഞങ്ങളോട് കൂടി ആയിരുന്നതിൽ വളരെ സന്തോഷിക്കുന്നു. താങ്ക് യു പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം.